ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. റോമലേഖനത്തിൻ്റെ പഠനം നമുക്ക് തുടരാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റോമലേഖനം 9-ാം അധ്യായം നമ്മൾ ധ്യാനിച്ച് തീർക്കുകയുണ്ടായി. ഒരു ഏതാനും മിനിറ്റ് കൊണ്ട് 10-ാം അധ്യായത്തിലേക്ക് നമ്മുടെ കണ്ണൊന്ന് ഓടിച്ചു കൊണ്ടുവരാം. നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി, റോമലേഖനത്തെ 5ആയി വേർതിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 അധ്യായം അല്ലെങ്കിൽ 1-1 തൊട്ട് 3-20 വരെ എല്ലാ മാനവരാശിയും പാപത്തിൻ്റെ കീഴിലാണെന്ന് പൗലോസ് തെളിയിക്കുകയാണ്. അതിന് ശേഷം 3-21 തൊട്ട് 5-11 വരെ രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് പൗലോസ് ഇടപെടുകയാണ്. മൂന്നാമത് രക്ഷിക്കപ്പെട്ടവരെ എങ്ങനെ വേർപെട്ട ജീവിതം നയിക്കാമെന്ന് അതിൻ്റെ 5-12 തൊട്ട് 8-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ വായിക്കുന്നു. അതിൻ്റെ ശേഷം 4-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോവൻറ്റി അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ, യുഗപരമായ പഠനം, അല്ലെങ്കിൽ ഇസ്രായേലിനെ ദൈവം എന്തുകൊണ്ട് ഒരു രാഷ്ട്രമായി ഇന്ന് ഇടപെടാതിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 3 അധ്യായമാണ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. റോമലേഖനം 9, 10, 11 അധ്യായങ്ങൾ. 9-ാം അധ്യായത്തിൽ അവരുടെ കഴിഞ്ഞ ചരിത്രം, 10-ാം അധ്യായത്തിൽ അവരുടെ ഇപ്പോഴത്തെ ചരിത്രം, 11-ാം അധ്യായത്തിൽ ഭാവിയിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ചരിത്രം. നമ്മൾ ഏതാണ്ട് 9-ാം അധ്യായം വരെ ധ്യാനിച്ചു. 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ 9-ാം അധ്യായം പഠിച്ചപ്പോഴും പൗലോസിൻ്റെ ഹൃദയം എങ്ങനെയെന്നുള്ളത് പൗലോസ് ചൂണ്ടിക്കാണിച്ചു അവരുള്ള ബന്ധത്തിൽ. 9-ാം അധ്യായത്തിൽ ആദ്യത്തെ 2 വാക്യം വീണ്ടും ഒന്ന് വായിക്കാം. ഞാൻ ക്രിസ്തു സത്യം പറയുന്നു, ഞാൻ പറയുന്നത് പോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാൻ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. കാരണം 3-ാം വാക്യത്തിലുണ്ട്, ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. യഹൂദനോടുള്ള ബന്ധത്തിൽ യഹൂദനായ പൗലോസിൻ്റെ ഹൃദയമാണ് 9-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അവർക്ക് വേണ്ടി, തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി, ജഡപ്രകാരം തൻ്റെ ചാർച്ചക്കാരായ യഹൂദന്മാർക്ക് വേണ്ടി ശാപഗ്രസ്തനാവാൻ ആഗ്രഹിക്കാമായിരുന്നു. നമ്മൾ ആ വിഷയം പഠിച്ചുകൊണ്ട് വിടുകയാണ്. 10-ാം അധ്യായത്തിൽ വരുമ്പോഴും നമ്മൾ ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. പൗലോസ് തൻ്റെ ഹൃദയം വീണ്ടും തുറന്നു കാണിക്കുകയാണ്. അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ഈ അധ്യായം 10-ാം അധ്യായം 2ആയി നമുക്ക് വേർതിരിക്കാം. ആദ്യത്തെ 10 വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ യഹൂദന്മാർക്ക് സംഭവിച്ച പരാജയത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത്. അടിസ്ഥാനപരമായി നീതീകരണമെന്ന വിഷയം പ്രവൃത്തിയാൽ ലഭിക്കും, വിശ്വാസത്താൽ അല്ല, പ്രവൃത്തിയാൽ ലഭിക്കുമെന്നവർ കരുതി. അതാണ് ഈ 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യത്തിൽ. എന്ന് പറഞ്ഞാൽ ഗോഡ്സ് റൈച്ചസ്നെസ് ഈസ് ബൈ ഡൂയിങ് ആൻഡ് നോട്ട് ബൈ ബിലീവിങ്. വിശ്വാസത്താൽ അല്ല, പ്രവൃത്തിയാൽ തങ്ങൾക്ക് ലഭിക്കുമെന്ന് യഹൂദന്മാർ കരുതി. അതാണ് ആദ്യത്തെ 10 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യം. 11 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് തെളിയിക്കുകയാണ് ഈ വിശ്വാസപ്രമാണം പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നതാണ്. 11 തൊട്ട് 21 വരെയുള്ള വാക്യത്തിൽ അതാണ് ഈ വിശ്വാസത്തിൻ്റെ പ്രമാണം അല്ലെങ്കിൽ ബിലീവിങ് മെത്തേഡ് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നതാണ് എന്ന് പൗലോസ് അവർക്ക് വേണ്ടി തെളിയിക്കുകയാണ്. നമുക്കതുകൊണ്ട് 10-ാം അധ്യായം വീണ്ടും നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യത്തെ 4 വാക്യം വായിച്ചുകൊണ്ട് നമ്മുടെ പഠനം ആരംഭിക്കാം. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. ആദ്യത്തെ 4 വാക്യങ്ങളിൽ പൗലോസ് യഹൂദനോട് സംസാരിക്കുന്ന വാക്കാണ്. നമ്മൾ പ്രത്യേകം 1-ാം വാക്യം ശ്രദ്ധിച്ചു. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള യാചനയുമാണ്. പൗലോസിൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച, ദ ഡിസയർ ഓഫ് ഹിസ് ഹാർട്ട്. ഈ യഹൂദന്മാർ രക്ഷിക്കപ്പെടണം. തൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചന മാത്രമല്ല, നമുക്കറിയാം പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് അവർ ഹാർട്ട്സ് ഡിസയർ.
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം പ്രകടമാക്കുകയാണ്. പൗലോസിൻ്റെ ആഗ്രഹം ഈ യഹൂദന്മാർ രക്ഷിക്കപ്പെടണം. അതുകൊണ്ട് പൗലോസോട് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ, അത് ഹൃദയത്തിൻ്റെ വാഞ്ചന മാത്രമല്ല, ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ഹിസ് പ്രയർ. പൗലോസ് അവർക്ക് വേണ്ടി അവർ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മളൊരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയാസ്പദമാക്കിയാണ്. പൗലോസിൻ്റെ ഹൃദയം അവൻ്റെ കൂട്ടുസഹോദരന്മാരായ അല്ലെങ്കിൽ സ്വജാതിക്കാരായ, നമ്മൾ ഓർത്തതുപോലെ ചാർച്ചക്കാരായ യഹൂദന്മാർ രക്ഷിക്കപ്പെടണം. അത് താൻ ആഗ്രഹിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു, യാചിച്ചുവെന്ന് ഇവിടെ കാണുന്നു. രണ്ടാം വാക്യം ശ്രദ്ധിച്ചാട്ടെ, അവരെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷി പറയുന്നു. കാരണം പൗലോസ് ഒരു യഹൂദനായിരുന്നു. പൗലോസിനറിയാം താൻ എത്രമാത്രം എരിവുള്ളവനായിരുന്നു. പരീശനിൽ പരീശനായി സ്വന്തം നീതി സ്ഥാപിപ്പാൻ പൗലോസ് എരിവുള്ളവനായി ജീവിച്ചു എന്ന് പൗലോസിനറിയാം. അതുകൊണ്ട് പൗലോസ് അവരെക്കുറിച്ച് തന്നെ പറയുകയാണ്, പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് അവർ എരിവുള്ളവരാണ്. അത് സത്യമാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പൗലോസിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരായിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് അവിശ്വാസികളായ യഹൂദന്മാരായിരുന്നു. പൗലോസ് ഒരിക്കൽ ദൈവസഭയെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് നടന്നു. അതുപോലെ പൗലോസിനോട് ഏറ്റവും കൂടുതൽ എതിർപ്പ് കാണിച്ച മനുഷ്യരാരാണെന്ന് ചോദിച്ചാൽ ഈ അവിശ്വാസികളായ യഹൂദന്മാരാണ്. കാരണം അവർ പരിജ്ഞാനപ്രകാരമല്ല, എന്നാൽ ദൈവസംബന്ധമായി അവർ എരിവുള്ളവരാണ്. മിസ്ഗൈഡഡ് സീൽ, അതായത് ശരിയായിട്ടുള്ള ഒരു എരിവല്ല, ഇറ്റ് ഈസ് എ മിസ്ഗൈഡഡ് സീൽ. യഹൂദന്മാരുടെ എരിവെന്ന് പറയുന്നത് മിസ്ഗൈഡഡ് സീലായിരുന്നു. ഒരു വാക്യം നോക്കാം. ഈ യഹൂദന്മാരെ ഇത്രമാത്രം എതിർത്ത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം കർത്താവ് പറഞ്ഞൊരു വാക്യം നമുക്ക് നോക്കാം. 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കിയാട്ടെ. 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നുവെന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. പള്ളിഭ്രഷ്ടർ സിനഗോഗിൽ നിന്ന് അവരെ പുറത്താക്കുക മാത്രമല്ല, അവരെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നുവെന്ന് ചിന്തിക്കുന്നു. ആരെക്കുറിച്ചായി പറയുന്നത്? യഹൂദനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ സീൽ മിസ്ഗൈഡഡ് സീൽ. ദൈവത്തെക്കുറിച്ച് എരിവുണ്ട്, പക്ഷേ അത് പരിജ്ഞാനപ്രകാരമല്ല. വളരെ വ്യക്തമായി നമുക്കറിയാം, പലപ്പോഴും അനേകരുടെ എരിവ്, മത എരിവ്, തീഷ്ണത, ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ നോമിനൽ ക്രിസ്ത്യൻസ്, അവരുടെയൊക്കെ എരിവ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ എരിവ് പക്ഷെങ്കിൽ പരിജ്ഞാനപ്രകാരമുള്ള എരിവല്ല. അതുകൊണ്ടാണ് 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പത്രോസ് പറയുന്നുണ്ട്, വിശ്വാസത്തോടെ വീര്യം, വീര്യത്തോടെ പരിജ്ഞാനം. നോക്കുക, വിശ്വാസത്തോടെ വീര്യം വേണം. വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മൗനമായിട്ടിരിക്കാനായിട്ടല്ല, നമുക്ക് എരിവ് വേണം. പക്ഷേ വിശ്വാസത്തോടെ വീര്യം മാത്രമല്ല, വീര്യത്തോടെ എന്ത് വേണം? പരിജ്ഞാനം വേണം. നോക്കുക, യഹൂദന് പരിജ്ഞാന പ്രകാരമല്ലാത്ത എരിവാണ്. ഇന്ന് അനേകരുടെ എരിവ് ഇങ്ങനെയുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് മുമ്പ് കൂട്ടി പറഞ്ഞു, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടന്മാരാക്കും, സിനഗോഗിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, നിങ്ങളെ കൊല്ലുന്നവരൊക്കെ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന നാഴിക വരുന്നു. അവരുടെ എരിവ് പരിജ്ഞാനപ്രകാരമല്ല. നമ്മൾ ഓർക്കണം, യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെ ആ യഹൂദന്മാർ പിടിച്ചുകൊണ്ടിരുന്ന ന്യായപ്രമാണം വ്യത്യാസം വന്നു. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്താൽ ദൈവനീതി സ്ഥാപിപ്പാൻ അവർ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അവർ കാത്തിരുന്ന, അവർ പ്രതീക്ഷിച്ച, അവരുടെ ന്യായപ്രമാണം കാണിച്ച മശിഹ ആയിരുന്നു യേശുക്രിസ്തു എന്ന് അവരുടെ മുന്നിൽ കർത്താവ് തെളിയിക്കുകയായിരുന്നു. അവർക്കത് കാണുവാൻ കഴിഞ്ഞില്ല. ഉദാഹരണമായിട്ട് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം പത്രോസിന്റെ പ്രസംഗം നോക്കിക്കാട്ടെ. 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. യഹൂദന്മാരോട് പത്രോസ് പ്രസംഗിക്കുന്ന പ്രസംഗമാണ്. 22-ാമത്തെ വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇസ്രായേൽ പുരുഷന്മാരെ, എൻ്റെ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളം കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറായനായ യേശുവിനെ യഹൂദന്മാരോട് പറയുകയാണ്. നോക്കുക, അവരുടെ മധ്യത്തിൽ യേശുക്രിസ്തു ചെയ്ത അത്ഭുതം. എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു! കർത്താവ് ജാതികളുടെ അടുക്കൽ പോയത് ചെയ്തില്ല. കർത്താവ് യഹൂദന്മാരുടെ മധ്യത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു. അവനിലൂടെ
ശക്തി പ്രകടമായപ്പോൾ അവർക്ക് അടയാളമായി നൽകി, അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ കാത്തിരിക്കുന്ന മശിയാണ് ക്രിസ്തു എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുത്തു. 2 പത്രോസ് 12:12 അത് വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരും ആ വാക്കുകൾ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അവര് പ്രസംഗിക്കുന്ന യേശുവാണ് നിങ്ങൾ പറയുന്ന ഈ ക്രിസ്തു എന്നുള്ളത് തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. യഹൂദന് മനസ്സിലാകത്തില്ല. നമ്മൾ നോക്കാം, അവര് ഈ ന്യായപ്രമാണത്തിൽ ഈ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, അവര് പരിജ്ഞാനപ്രകാരം അല്ലെങ്കിൽ ദൈവസംബന്ധമായി എരിവുള്ളവരാണെന്ന് താൻ സാക്ഷി പറയാ. കാരണം എന്നാ? അതിന്റെ 3-ാം വാക്യത്തിൽ അതിന്റെ കാരണം പറയുന്നുണ്ട്. എന്താ നോക്കിയാട്ടെ, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവനീതിക്ക് കീഴ്പ്പെട്ടില്ല. പ്രശ്നം ഇത് തന്നെയാണ്. അവർ ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടുന്നില്ല, അവർ സ്വന്തം നീതി സ്ഥാപിപ്പാൻ ശ്രമിക്കുകയാണ്. യഹൂദന്റെ പ്രശ്നം ഇതായിരുന്നു. നമുക്ക് നോക്കാം, അതിന്റെ 3-ാം അധ്യായം നമ്മൾ പഠിച്ചതാണ്. റോമലേഖനം 3-ാം അധ്യായം നോക്കിയാട്ടെ. റോമലേഖനം 3-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 3, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം നമ്മൾ പഠിച്ചതാണെങ്കിലും ഇപ്പോൾ പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലൊന്ന് വായിച്ചു നോക്കാം. 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി, ഗോഡ്സ് റൈച്ചസ്നെസ്, വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതിയാൽ തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആ വാക്കത്ര കൃത്യമാണ്. ഇതിനു മുമ്പ് പൗലോസ് ലോകത്തിലുള്ള മനുഷ്യരെല്ലാം പാപത്തിന് കീഴിലാണെന്ന് തെളിയിച്ചു. യഹൂദനെന്ന് വ്യത്യാസമില്ല, യവനെന്ന് വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെ പാപത്തിന് കീഴിലാണ്. എന്നിട്ടാണ് പൗലോസ് 3:21 ലോകപ്രസിദ്ധമായ പ്രസ്താവന. എന്താ പ്രസ്താവന? ഇപ്പോഴോ ബട്ട് നൗ, ഇപ്പോഴോ അവിടെ പറയുന്നത് എന്താ? ദൈവത്തിന്റെ നീതി യേശുക്രിസ്തുവിലെ വിശ്വാസത്തിലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വെളിപ്പെട്ടു. അപ്പാർട്ട് ഫ്രം ദ ലോ, യാതൊരു പ്രവൃത്തിയും വേണ്ട, വിശ്വാസത്താൽ ദൈവനീതി വെളിപ്പെട്ടു വരികയാണ്. നോക്ക്, അതാണ് ഈ 3-ാം വാക്യം എടുത്ത് പറയുന്നത്. അപ്പോൾ 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവനീതിക്ക് കീഴ്പ്പെട്ടില്ല. അവർ ദൈവത്തിന്റെ നീതി അറിയുന്നില്ല. സോന്മാരെ, വളരെ വ്യക്തമായി ദൈവത്തിന് മാനവരാശിയെ മറ്റു വിധത്തിൽ നീതീകരിപ്പാൻ നിവൃത്തി. ദൈവത്തിന് വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്തേനെ, നിവൃത്തിയില്ല. ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, അവൻ നീതിമാനാണ്, അവൻ ന്യായമായി വിധിക്കുന്നവനാണ്, അവന് കാപഠ്യം പറഞ്ഞുകൂടാ, അവന് നീതിമാനായ ദൈവമാണ്. ആ നീതിമാനായ ദൈവത്തിന് പാപം ചെയ്ത, കുറ്റം ചെയ്ത മനുഷ്യനെ, പാപം ചെയ്ത ദേഹി മരിക്കും, അവനെ വെറുതെ വിടാൻ ദൈവത്തിന് നിവൃത്തിയില്ല. ആ ദൈവത്തിന് ആ മനുഷ്യനെ വെറുതെ വിടാൻ സാധിക്കുന്നതും ആ മനുഷ്യനെ നീതീകരിപ്പാൻ കഴിയുന്നതും എങ്ങനെയാണ്? നമ്മൾ പഠിച്ചതാണ്. 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം, എത്ര മനോഹരമായ വാക്യം! വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നതിനെ നീതിരിക്കേണ്ടതിനും ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. എങ്ങനെയാണ് ദൈവം തന്റെ നീതി വെളിപ്പെടുത്തുന്നു? എങ്ങനെ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു അഭക്തനായ മനുഷ്യനെ ദൈവത്തിന്റെ നീതിക്ക് ഭംഗമില്ലാതെ നീതിപ്പാൻ കഴിയുന്നു. കുറ്റം ചെയ്ത മനുഷ്യനെ വെറുതെ വിടുകയാണ്, പാപം ചെയ്ത മനുഷ്യനെ വെറുതെ വിടുകയാണ്, സൗജന്യമായി നീതിയിരിക്കുകയാണ്. ദൈവത്തിന്റെ നീതിക്ക് ചേരില്ല. ദൈവത്തിന്റെ നീതിക്ക് ആ മനുഷ്യൻ ശിക്ഷ അനുഭവിക്കണം. എന്നാൽ ക്രിസ്തുവിലൊരു മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തു സാധിപ്പിച്ച രക്ഷ അവന് വേണ്ടി എണ്ണുമ്പോൾ ദൈവത്തിന്റെ നീതിക്ക് ഭംഗമില്ലാതെ ദൈവത്തിന് ആ മനുഷ്യനെ നീതീകരിപ്പാൻ കഴിയുന്നു. ഇതാണ് ദൈവനീതി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, ഒന്നും പ്രവർത്തിക്കണ്ട, ഒന്നും കൊടുക്കണ്ട, സൗജന്യമായ നീതീകരണം. ഇതാ സുവിശേഷം. ഈ റോമാലേഖനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഇതാണ്. യഹൂദനെ സംബന്ധിച്ച് ഇന്ന് അനേക മതങ്ങളും ക്രിസ്തീയ സമൂഹങ്ങളും ഈ യഹൂദന്മാർ അറിയാത്തതുപോലെ ദൈവനീതിക്ക് കീഴ്പ്പെടാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. യഹൂദന് പറ്റിയ പോലെ തന്നെ. എന്നെ കേൾക്കുന്ന സഹോദരന്മാരോട് വീണ്ടും ആ വാക്യം ഒന്നുകൂടെ വായിച്ച് നമുക്ക് അവിടെ കടന്നു പോകാം. നോക്കിയാട്ടെ, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവനീതിക്ക് കീഴ്പ്പെട്ടു.
പെടുന്നില്ല. കർത്താവ് പറഞ്ഞൊരു ഉപമ നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 10 തൊട്ടുള്ള വാക്യം. 2 പേര് പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒന്ന് ചുങ്കക്കാരൻ, മറ്റൊന്ന് പാപിയായ ഒരു മനുഷ്യൻ. ചുങ്കക്കാരൻ അവിടെ നിന്നുകൊണ്ട് അവന് പറയുന്ന വാക്കെന്താണ്? സ്വന്തം നീതി സ്ഥാപിക്കുകയാണ്. അവൻ പറയുന്നത് എന്താ? ഞാൻ മറ്റുള്ളവരെ പോലെ പിടിച്ചുപറിക്കാരനോ. ആ വാക്യം നമുക്ക് നോക്കാം. അത് ഈ പറയുന്ന കാര്യം തന്നെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം നോക്കിക്കാട്ടെ, അതിൻ്റെ 10 തൊട്ടുള്ള വാക്യം. 2 പേര് പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷ മനുഷ്യരെ പോലെ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. കർത്താവ് എന്താ പറഞ്ഞത്? ആഴ്ചയിൽ 2 ദിവസം അവൻ ഉപവസിക്കുന്നു, നേടിയതിനൊക്കെയും പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ, പാപിയാനോട് കരുണയുണ്ടാകണേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നതെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നതെല്ലാം ഉയർത്തപ്പെടും. യേശുക്രിസ്തുവിൻ്റെ വരവ്, കർത്താവ് വായി തുറക്കുന്നത് പരസ്യ ശുശ്രൂഷയിൽ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആ ദാരിദ്ര്യമാണ് ഈ ചുങ്കക്കാരൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അയ്യോ, ഞാനൊരു പാപിയായ മനുഷ്യൻ. കർത്താവ് അങ്ങനെയുള്ളവരെ അന്വേഷിച്ചാ വന്നത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, ആത്മാവിൽ ദരിദ്രരായവർ. എന്നാൽ ആ പരീശൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന് തന്നെത്താൻ നീതീകരിച്ചുകൊണ്ട് അവന് നീതീകരണം കിട്ടിയില്ല. പൗലോസ് ഒരിക്കൽ സ്വന്തം നീതി സ്ഥാപിപ്പാൻ ശ്രമിച്ച് നടന്ന മനുഷ്യനാണ്. എന്നാൽ പൗലോസ് ഇപ്പം പറയുന്ന വാക്ക് നോക്കിയേ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഈ രക്ഷിക്കപ്പെട്ട പൗലോസ് ഇപ്പം പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാട്ടെ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിന്. 100-ാം വാക്യം ഞാൻ വായിക്കട്ടെ. 9-ാം വാക്യം നോക്കിയാട്ടെ. ഫിലിപ്പ് ലേഖനം 3:9. ഞാൻ ക്രിസ്തുയേശുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തതുപോലെ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതി സ്വന്തം നീതിയല്ല, പ്രവൃത്തി കൊണ്ടല്ല, സൗജന്യമായി അഭക്തനെ നീതീകരിക്കുന്ന വിശ്വാസം. അവരതിന് കീഴ്പ്പെട്ടില്ല. നമ്മൾ ഓർക്കണം, പഴയ നിയമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 2 വിധത്തിലാണ് ആ പ്രമാണം നമ്മൾ കാണേണ്ടത്. ന്യായപ്രമാണം. ഒന്ന് മോറൽ ലോ, ധാർമ്മികമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ന്യായപ്രമാണം. 2 സെർമോണിയൽ ലോ, ആചാരപരമായ പ്രമാണങ്ങൾ. നമ്മൾ 10 കൽപ്പന എടുത്താലും ഇത് 2 ഉണ്ട്. മോറൽ ലോയും ഉണ്ട്, സെറിമോണിയൽ ലോയും ഉണ്ട്. മോറൽ ലോ, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം ചെയ്യരുത്. ഇതൊക്കെ മോറൽ ലോയാ, ധാർമ്മികമായ പ്രമാണമാണ്. അതേസമയം ശബത്ത് ആചരിക്കണം. ഇങ്ങനെയുള്ളത് സെറിമോണിയൽ ലോയ, ആചാരപരമായ പ്രമാണങ്ങളാണ്. നമ്മളിവിടെ ഒന്നുകൂടെ അപഗ്രഥിച്ച് നോക്കിയാൽ എന്തിനാ ഇത് കൊടുത്തത്? ഈ മോറൽ ലോ, ധാർമ്മികമായ ഈ പ്രമാണമുണ്ടല്ലോ, ആ ധാർമ്മിക പ്രമാണം ഒരു ഭക്തനായ മനുഷ്യൻ, മാത്യു ഹെൻറി പറഞ്ഞ പോലെ, ഇറ്റ് ഈസ് ഫോർ ദ സെർച്ചിങ് ഓഫ് ദ വൂണ്ട്, നമ്മളിലുള്ള ആ വ്രണത്തെ ഒന്ന് മനസ്സിലാക്കി തരാനാണ്. മോഹിക്കരുത്, എന്നിലുള്ള മോഹം ഞാൻ പാപിയാണെന്ന് എന്നെ മനസ്സിലാക്കുന്നു, ഞാൻ പാപപ്രകൃതിയുള്ളവനാണെന്ന് എന്നെ മനസ്സിലാക്കി തരുന്നു. ആ ദൈവത്തിൻ്റെ ധാർമ്മികമായ പ്രമാണങ്ങൾ, ഇറ്റ് ഈസ് സെർച്ചിങ് ദ വൂണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ആ അഴുക്കുകളെ എനിക്ക് മനസ്സിലാക്കി തരുന്നു. പാപമെന്നുള്ളത് മനസ്സിലാക്കി തരുമ്പോൾ സെറിമോണിയല്ലോ, ആചാരപരമായ പ്രമാണം, ഇറ്റ് വാസ് എ ഷാഡോയിങ് ഫോർ ഓഫ് ദ റെമഡി. ഈ സംഭവിക്കുന്നതിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ പരിഹാരത്തിൻ്റെ ഒരു ഷാഡോയാണ് ശബത്ത്. എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഈ ശബത്ത് ക്രിസ്തുവിൽ അനുഭവിക്കുന്ന സ്വസ്ഥതയുടെ മനോഹരമായ ചിത്രം.
സെറമോണിയൽ ലോസ്, യഹൂദന് കൊടുത്തിരുന്ന സെറമോണിയൽ ലോസ്, അതിലൂടെ ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് നിഴലായി അത് നമുക്ക് നൽകുകയാണ്. അവനിലേക്ക് നമ്മളെ നടത്തുകയാണ്. നമ്മൾ നേരത്തെ വായിച്ചതും പഠിച്ചതുമാണെങ്കിലും ഞാനൊന്ന് വായിച്ചു വിടാം. ഗലാത്യലേഖനം 3-ാം അധ്യായം നോക്കിക്കാട്ടെ. ന്യായപ്രമാണത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന വാക്ക് നോക്കിക്കാട്ടെ. ഈ ന്യായപ്രമാണം എന്താ ചെയ്തതെന്ന് പറയുന്നു. 3-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യം. വിശ്വാസം വരും മുമ്പേ, ഗലാത്യർ 3:21-24, വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ് അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന്, നോക്കുക വാക്ക് നോക്കിയാട്ടെ, വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ് അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ന്യായപ്രമാണം എന്തായിരുന്നു? ക്രിസ്തുവിലേക്ക് നമ്മളെ നടത്തുന്ന ശിശുപാലകൻ. നമ്മൾ നേരത്തെ ചിന്തിച്ചു, ധനികരായ യവന കുടുംബങ്ങളിലും മറ്റും അവരുടെ കുഞ്ഞുങ്ങൾ തെറ്റായ രീതിയിലേക്ക് പോകാതെ അവരെ സ്കൂളിൽ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും അവരുടെ കൂട്ടുകാരെ ആരോട് ഇടപെടുന്നു എന്നൊക്കെ സൂക്ഷിക്കുന്ന ഒരു അടിമയുണ്ട്. അവൻ്റെ പേരാ ശിശുപാലകൻ, ചൈൽഡ് ട്യൂട്ടർ. ഹി ടുക്ക് കെയർ. ആ കുഞ്ഞു വളർന്ന് ഒരു മുതിർന്ന പൗരനായി തീർന്ന് ആ കുടുംബത്തിൻ്റെ അവകാശിയായി തീരുന്നത് വരെ ആ കുഞ്ഞിനെ സൂക്ഷിച്ചിരുന്ന പോലെയായിരുന്നു ന്യായപ്രമാണം. ശിശുപാലകൻ എന്താ അത് ചെയ്തത്? ക്രിസ്തുവിലേക്ക് നമ്മളെ നടത്തി. ആ ശിശുപാലകൻ, ചൈൽഡ് ട്യൂട്ടർ, നമ്മളെ ക്രിസ്തുവിലേക്ക് നടത്തി. ക്രിസ്തുവിലേക്ക് നടത്തിയപ്പോൾ ഈ ന്യായപ്രമാണം ശരിക്കൊരു ചൈൽഡ് ട്യൂട്ടറാണ്. മോറലോയും സെറിമോണിയൽ ലോയും നമ്മളെ ക്രിസ്തുവിലേക്ക് നടത്തുകയാണ്. ന്യായപ്രമാണത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 3:7 വായിക്കുന്നു, കല്ലിൽ കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ. അങ്ങനെയാ 2 കൊരിന്ത്യർ 3:7 വായിക്കുന്നു, കല്ലിൽ കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ. ഞാൻ ആ ഭാഗം ഇവിടെ നിർത്തട്ടെ. പഴയ നിയമ യാഗങ്ങളൊക്കെ നോക്കിയേ, അത് മുഴുവൻ ക്രിസ്തുവിനെ കാണിച്ചു. സമാഗമന കൂടാരം നോക്കിയേ, അത് ക്രിസ്തുവിനെ പഠിപ്പിച്ചു. മഹാപുരോഹിതനെ നോക്കിയേ, അത് ക്രിസ്തുവിനെ നമ്മെ പഠിപ്പിച്ചു. ന്യായപ്രമാണത്തിൻ്റെ ഓരോന്നും എടുത്ത് നോക്കിയേ, ആ പശുഭസ്മം അത് ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ശുദ്ധീകരണം. കുഷ്ഠരോഗിയും അതിനോടുള്ള ബന്ധം പഠനം നോക്കിയേ, നമുക്ക് ലഭിക്കുന്ന ശുദ്ധീകരണത്തിൻ്റെ മഹത്വം പഠിപ്പിച്ചു. ന്യായപ്രമാണം മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്, നമ്മളെ ക്രിസ്തുവിലേക്ക് നടത്തുകയാണ്. ആ സെർമോണിയൽ ലോയും മോറൽ ലോയും ഒരുപോലെ നമ്മളെ ക്രിസ്തുവിലേക്ക് നടത്തുകയും ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുകയും അങ്ങനെ ന്യായപ്രമാണത്തിന് അവസാനം വന്നിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാക്കി തരികയും ചെയ്യുന്നു. നമുക്ക് 7-ാം അധ്യായം ഒന്ന് നോക്കാം. 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നോക്കിയാട്ടെ. നമ്മൾ 7-ാം അധ്യായം പഠിച്ചപ്പോൾ എൻ്റെ സഹോദരന്മാരെ, എത്ര ഗൗരവമേറിയ ഒരു അധ്യായമാണ് 6-ാം അധ്യായം. 7-ാം അധ്യായം, 6-ാം അധ്യായത്തിൽ പാപം സംബന്ധിച്ച് നമ്മൾ മരിച്ചു. 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ മരിച്ചു. നമ്മളത് പഠിച്ചതാണ്. നോക്കുക, 7-ാം അധ്യായം. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട്. ഭർത്താവ് ഉള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണ സംബന്ധമായി ബന്ധപ്പെട്ടിരുന്നു. നമ്മൾ കണ്ടു, അതെ, ഒരു ഭാര്യ ഭർത്തൃ ബന്ധം പോലെയാണ് ന്യായപ്രമാണമായിട്ടുള്ള ബന്ധം. ഭർത്താവ് മരിച്ചെങ്കിലേ അവൾക്ക് അതിൽ നിന്നുള്ളൊരു വിടുതലുള്ളൂ. എന്നാൽ ഭർത്താവ് മരിക്കത്തില്ല, അവൻ ശക്തനാണ്. അവിടെ സംഭവിച്ചത് എന്താ? നമ്മൾ പഠിച്ചപ്പോൾ ഓർത്തു, ആ ഭാര്യ മരിച്ചു. അവൾ ഈ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ മരിച്ചു, അടക്കപ്പെട്ടു, അവൾ ഉയർത്തു, വേറെ ഒരുവനായി ക്രിസ്തുവിനായി മാറി. ഇനി നമ്മൾ നോക്കിയാൽ അതിൻ്റെ 6-ാം വാക്യം, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, നമുക്കിന്നും നമ്മുടെ ബുദ്ധിയിൽ അതങ്ങോട്ട് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്താ പറയുന്നത്? ഈ 7-ാം അധ്യായം ഒക്കെ അതാ പഠിപ്പിച്ചത്. അവിടെ അവസാനം 6-ാം വാക്യത്തിൻ്റെ അവസാനം ഒന്നുകൂടെ വായിക്കട്ടെ. നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ നമ്മൾ ഒഴിവുള്ളവരായി. എന്നാൽ യഹൂദന് ഇത് മനസ്സിലായില്ല. ലോ ഈസ് ഡിസ്ചാർജ്
against us in relation to our righteousness. നമ്മുടെ നീതീകരണത്തോടുള്ള ബന്ധത്തെ നമ്മളെ അതിൽ നിന്ന് മോചിപ്പിച്ചു. എന്നാൽ അടുത്ത ഭാഗം നമുക്ക് നോക്കാം. 10-ാം അധ്യായത്തിൻ്റെ 5 തൊട്ട് ന്യായപ്രമാണത്തിൽ നമ്മൾ മോചിതരായി. 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം തുടങ്ങി നമുക്ക് നോക്കാം. ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നല്ലോ. ന്യായപ്രമാണത്തിൻ്റെ കാര്യം പറയുക ഇനി 5 തൊട്ട് 10 വരെ. വിശ്വാസത്തിൻ്റെ മാർഗവും ന്യായപ്രമാണത്തിൻ്റെ മാർഗവും തമ്മിലുള്ള കോൺട്രാസ്റ്റ് പൗലോസ് കാണിക്കുക. വിശ്വാസത്തിൻ്റെ മാർഗവും ന്യായപ്രമാണത്തിൻ്റെ മാർഗവും. ന്യായപ്രമാണത്തിൻ്റെ മാർഗം എന്തുവാ? അത് ചെയ്തവൻ അതിലാണ് ജീവിക്കും. ഇനിയും നമ്മൾ നോക്കിയേ, ഇനിയും വരുന്ന ഭാഗം മുഴുവൻ ഒരുപാട് കോട്ടിങ് പഴയ നിയമത്തിൽ നിന്ന് എടുത്തു കൊടുക്കുക. കാരണം എന്താ? യഹൂദന്റെ കയ്യിലിരിക്കുന്ന പ്രമാണത്തെ എടുത്തുകൊണ്ടാണ് പൗലോസ് അവരോട് ഇടപെടുന്നത്. ഇപ്പം പറഞ്ഞ വാക്യം നോക്കിയേ, അത് അവിടെ നമ്മൾ വായിച്ചു. അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണത്. 18-ന്റെ 5-ാം വാക്യം. ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവയാകുന്നു. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. എൻ്റെ ചട്ടങ്ങളും എൻ്റെ പ്രമാണങ്ങളും. അവൻ ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. എന്നാൽ നമ്മളിപ്പോൾ പഠിച്ചു അത് ജീവൻ നൽകത്തില്ല. ഒരു വാക്യം കൂടെ വായിക്കാം. ഗലാത്യർ 3:21 നോക്കിക്കാട്ടെ. ഗലാത്യർ 3:21. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾ വിരോധമോ ഒരു നാളുമല്ല. ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നു എങ്കിൽ ന്യായപ്രമാണം വാസ്തവമായ നീതിക്ക് ആധാരമാകുമായിരുന്നു. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നു എങ്കിൽ, മനുഷ്യന് ജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നു എങ്കിൽ, മറ്റു വിധത്തിൽ പറഞ്ഞാൽ പഴയ നിയമ ന്യായപ്രമാണത്തിന് ജീവൻ നൽകുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അത് വാസ്തവത്തിൽ നീതിക്ക് ആധാരമായേനെ. അതിന് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഓർത്തതുപോലെ ഇതെന്താണ്? ഈ ന്യായപ്രമാണത്തിന് പൗലോസ് എന്താ പേര് പറഞ്ഞത്? 2 കൊരിന്ത്യർ നോക്കിയാട്ടെ, ഒന്ന് വായിച്ചേക്കാം നമുക്ക്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം. ഈ ന്യായപ്രമാണത്താൽ നീതി ലഭിക്കത്തില്ല. ആ ന്യായപ്രമാണത്തിനൊരു പേര് പറഞ്ഞു. 3-ാം അധ്യായത്തിൻ്റെ 7 തൊട്ടുള്ള വാക്യം. 2 കൊരിന്ത്യർ 3-ന്റെ 7 തൊട്ട്. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായി ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകിയാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അവിടെ രേഖപ്പെടുത്തിയത് നോക്കിയേ, മരണത്തിൻ്റെ ശുശ്രൂഷ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ. ന്യായപ്രമാണത്തിന് കൊടുത്ത പേര്. ന്യായപ്രമാണം ശിക്ഷാവിധിയുടെ ശുശ്രൂഷയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ദാവീദിന് സ്വർഗത്തിൽ എങ്ങനെ പോകാൻ കഴിയും? കഴിയില്ല. ന്യായപ്രമാണം ഒന്ന് എടുത്തു നോക്കിയേ. ന്യായപ്രമാണം അനുസരിച്ച് ദാവീദിന് എങ്ങനെ സ്വർഗത്തിൽ പോകാൻ കഴിയും? കൽപ്പനകൾ ലംഘിച്ച മനുഷ്യനല്ലേ? അതും കഠോരമായി പാപം ചെയ്തില്ലേ? ദാവീദിന് പറയാനുള്ള ഒറ്റ കാര്യം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയുടെ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ. 51 സങ്കീർത്തനമൊക്കെ എഴുതുമ്പോൾ ദാവീദ് എത്ര കരഞ്ഞു കാണും, എത്ര തകർന്ന് കാണും, തകർന്ന് തരിപ്പണമായി കാണും ദാവീദ്. സ്വന്തം നീതി ഒരിക്കലും സാധിക്കുകയില്ല. പൗലോസ് രക്ഷിക്കപ്പെട്ട ശേഷം പറയുന്ന വാക്കിൽ ഒരു വാക്ക് ഇങ്ങനെയാണ്: ഞാൻ നിഷ്ഠൂരനും കൊലപാതകനുമായിരുന്നു. സ്വന്തം നീതി സ്ഥാപിച്ചു കിടന്ന പൗലോസ് പറയുക, ഞാൻ നിഷ്ഠൂരനും കൊലപാതകനുമായിരുന്നു. അവരൊക്കെ കരഞ്ഞു, പൗലോസ് കരഞ്ഞു, പത്രോസ് കരഞ്ഞു, അയ്യോ ഞാൻ അശുദ്ധിയുള്ള മനുഷ്യനാണ്, എന്നെ വിട്ടുപോകണം. ന്യായപ്രമാണത്താൽ സ്വന്തം നീതി സ്ഥാപിച്ച പരീശന്മാരും അവർ ഉണർത്തപ്പെട്ടപ്പോൾ അവർ കരയാൻ തുടങ്ങി. അവരുടെ അഴുക്കുകളെ അവർ മനസ്സിലാക്കി. ന്യായപ്രമാണം അതാണ് ചെയ്തത്. ആ ചുങ്കക്കാരൻ മാറത്തടിച്ച പോലെ നെഞ്ചത്തടിച്ചുകൊണ്ട് കരുണതോന്നണം. അവരെ ഒന്നും കർത്താവ് കടന്നുപോയില്ല. ആത്മാവിൽ ദരിദ്രരായവരെ രക്ഷിപ്പാനാണ് അവൻ ഈ ഭൂമിയിൽ വന്നത്. ഗലാത്യർ 3:24 നമ്മൾ വായിച്ചു. അത് ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുന്ന ശിശുപാലകൻ. മരണത്തിൻ്റെ ശുശ്രൂഷ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, കല്ലിൽ കൊത്തിവെച്ച ഈ ന്യായപ്രമാണം
എൻ്റെ സഹോദരന്മാരെ, അത് ചെയ്ത് ആരും നീതീകരിക്കില്ല. ഒരു മനുഷ്യന് നീതീകരണം കിട്ടത്തില്ല. 6-ാം വാക്യത്തിൽ നോക്കാം. എന്നാൽ 6-ാം വാക്യത്തിൽ പൗലോസ് എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ, അത് നമ്മൾ ഓർത്ത പോലെ ലേവ്യ പുസ്തകം 18:5 വിശ്വാസത്തിലുള്ള നീതിയോ, പൗലോസ് തമ്മിൽ കോൺട്രാസ്റ്റ് ചെയ്യുകയാണ്. മറ്റേത് പ്രവർത്തിച്ചാൽ നീതീകരണം സാധ്യമല്ല എന്ന് നമ്മൾ കണ്ടു. എന്നാൽ മോശ പറയുന്നത് എന്താണ്? മോശ എഴുതിയിരിക്കുന്നുവല്ലോ, വിശ്വാസത്തിലുള്ള നീതിയെ ഇവണ്ണം പറയുന്നു: ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മനുഷ്യരുടെ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. എന്താ ഈ പറയുന്നതിൻ്റെ ആശയം? മോശയുടെ വായിൽ നിന്ന് ലഭിച്ച ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നതാണ്. ഈ ഭാഗം നമുക്ക് നോക്കാം. ആവർത്തനം 30-ാം അധ്യായം നോക്കിക്കാട്ടെ. നമുക്കതിൻ്റെ പശ്ചാത്തലം ഒന്ന് എടുത്ത് നോക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം. മോശ 40 വർഷം ഇസ്രായേൽ മക്കളുടെ കൂടെയായിരുന്നു. 40 വർഷം അവരുടെ കൂടെ നടന്നിട്ട് താനിപ്പോൾ മരിക്കാൻ പോവുകയാണ്. പിസ്കായുടെ കൊടുമുകളിൽ കയറി താൻ മരിക്കാൻ പോകുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞ അവസാനത്തെ വാക്കുകളാണ് ഈ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. 40 വർഷം മോശ അവരോട് കൂടെ ഉണ്ടായിരുന്നു. താനിപ്പോൾ മരിക്കാൻ പോവുകയാണ്. ഇനി തന്നെ കാണത്തില്ല. താൻ പിസ്കായുടെ കൊടുമുകളിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് താൻ പറഞ്ഞ വാക്കാണ് 11-ാം വാക്യം തുടങ്ങി നമുക്ക് ആവശ്യമുള്ളത് വായിക്കാം. ആവർത്തന പുസ്തകം 30-11-14 വരെ വായിക്കാം. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആർ സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിന് അക്കരയുമല്ല. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്തും നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. മോശ പറയുന്നതിൻ്റെ ആശയം എന്താണ്? 40 വർഷം ഇസ്രായേലിനെ നടത്തിയ മോശ ആ സീനായ് പർവ്വതത്തിൻ്റെ ഉയരത്തിലേക്ക് കരേറിപ്പോയി. അവൻ സ്വർഗത്തിൽ പോയതുപോലെ പോയി. അവർ നോക്കിയപ്പോൾ അങ്ങ് പോയി. തിരിച്ചു വരുമ്പോൾ കൽപ്പലയുമായിട്ട് ഇറങ്ങി വരികയാണ്. ഇപ്പം മോശയില്ല, മോശ മരിക്കുകയാണ്. ഇനി ആര് സ്വർഗത്തിൽ കയറി ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും? അല്ല, സമുദ്രത്തിൻ്റെ അപ്പുറത്ത് പോയി ആര് കൊണ്ടുവരും? നീ ഇനി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്നാ അങ്ങനെ പറയണ്ട എന്ന് പറയാൻ കാരണം എന്നാ? ഇപ്പോൾ മോശ 5 പുസ്തകം എഴുതി അവരുടെ കയ്യിൽ കൊടുത്തു. ആദ്യത്തെ 5 ഗ്രന്ഥം മോശ എഴുതിയതാണ്. പഞ്ചഗ്രന്ഥങ്ങൾ, പെന്ററ്റൂച്ച്. മോശ എഴുതി അവരുടെ കയ്യിൽ കൊടുത്തു. ഇനിയും നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്നാ? നിങ്ങൾ സ്വർഗത്തിൽ പോയി ആര് കൊണ്ടുവരുമെന്ന് പറയണ്ട, സമുദ്രത്തിന് അപ്പുറത്ത് പോയി ആര് കൊണ്ടുവരണമെന്ന് പറയണ്ട. ഇത് എഴുതി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുക. ഇനി എന്താ വേണ്ടിയത്? നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിൻ്റെ വായിൽ നിൻ്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് മോശ പറയുക, അതനുസരിച്ചാൽ മതി, അതനുസരിച്ചാൽ മതി. നമ്മൾ ഓർക്കണം, ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഞാനൊരു സത്യം കൂടെ ഇവിടെ വളരെ ഗൗരവമായി ഓർപ്പിക്കുകയാണ്. നോക്കുക, ഇസ്രയേലിലുണ്ടായിരുന്ന പ്രശ്നം തന്നെയാണ് ഇന്നത്തെ ജനത്തിനുമുള്ളത്. ലോകത്തിലെ ആഗമനം ഒന്ന് കണ്ണോടിച്ച് ഇന്ന് ഈ കരിസ്മറ്റിക്കുകാരും ഇവരൊക്കെ എന്താ പറയുന്നത്? വചനം പോരാ, വചനം പോരാ. അവർക്ക് അടയാളം വേണം, അവർക്ക് അത്ഭുതം വേണം, പല കാര്യങ്ങൾ വേണം. എന്നാൽ ഇവിടെ പഴയ നിയമ ഏടുകൾ കൊടുത്ത ശേഷം മോശ പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ചേ, വചനം നിന്റെ സമീപയുണ്ട്, നിന്റെ വായിലും നിന്റെ അടുക്കലും ഇരിക്കുകയാണ്. നിനക്കാകെ വേണ്ടിയത് ഈ വചനമാണ്. അവിടെ സ്വർഗത്തിൽ കയറേണ്ടിയതോ സമുദ്രത്തിൻ്റെ അപ്പുറത്ത് പോകേണ്ടിയതോ ഈ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും ആവശ്യമില്ല. നീ ആകെ വേണ്ടിയത് ഇറ്റ് ഈസ് എ സിമ്പിൾ സബ്ജക്ഷൻ ടു ഗോഡ്സ് വേർഡ്. ദൈവവചനത്തെ അനുസരിക്കുക. സക്രിയാവിനെയും എലിസബത്തിനെയും കുറിച്ച് വായിക്കുന്നു. ലൂക്കോസ് 1:6 സക്രിയാവിനെ എലിസബത്തിനെയും കുറിച്ച് വായിക്കുന്നു. നമ്മളവിടെ വായിക്കുന്ന എന്താ? ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. എന്തുകൊണ്ടാ? ഈ ന്യായപ്രമാണം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് ചെയ്യരുത്, ചെയ്തില്ല. ഇത് ചെയ്യരുത്, ചെയ്തില്ല. അവർ ദൈവത്തെ ഭയപ്പെട്ട് നടന്നു. യോശുവ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എങ്ങനെ സേവിക്കും? അവർക്ക് അവരുടെ കൈകളിൽ ദൈവത്തിൻ്റെ പ്രമാണം കൊടുത്തു. എന്നാൽ ഇന്നും
എൻ്റെ സഹോദരന്മാരെ, യഹൂദന്മാരും കർത്താവിനോട് പറഞ്ഞു തന്നെ, ഞങ്ങൾക്കൊരു അടയാളം കാണിക്കുക. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളം നിങ്ങൾക്ക് ലഭിക്കത്തില്ല എന്ന് പറഞ്ഞു. അനേക അടയാളങ്ങൾ കർത്താവ് കാണിച്ചു, താൻ ദൈവപുത്രനാണെന്ന് കാണിച്ചു കൊടുത്തു. ഇന്നത്തെ ജനങ്ങൾക്ക് എന്താ പ്രശ്നം? ഇന്നും വേണ്ടിയതാ ഈ വചനത്തെക്കാട്ടിൽ കുറച്ചുകൂടൊക്കെ അവർക്ക് വേണം. അതായിരുന്നു ഹവ്വയുടെ പ്രശ്നം, അതായിരുന്നു യഹൂദൻ്റെ പ്രശ്നം, അതാണ് ഇന്നത്തെ പ്രശ്നം. ഏത് കാലത്തെ പ്രശ്നം അതാ. ദൈവം കൊടുത്ത വചനം പോരാ, അതിനെക്കാട്ടി കുറച്ചുകൂടെ വേണം. ഇവിടെ പൗലോസ് പറഞ്ഞു നോക്കി, 6-ാം വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. വിശ്വാസത്താലുള്ള നീതിയോ ഈ വണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചുകൊണ്ടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അതെന്ത് പറയുന്നു? ആ ആവർത്തനം 30:14, വചനം നിന്റെ സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അതെന്താണെന്ന് പൗലോസ് അടുത്ത് പറയും. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനമാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനമാണ് അത് ഞങ്ങൾ പ്രസംഗിച്ച വിശ്വാസ വചനമാണ്. എന്നിട്ട് പൗലോസ് പറഞ്ഞ വാക്ക് നോക്കിയാട്ടെ, ഞങ്ങൾ പ്രസംഗിച്ച വിശ്വാസ വചനമാണത്. വചനം നിന്റെ സമീപയുണ്ട്, നിന്റെ വായിലുണ്ട്, നിന്റെ അടുക്കലുണ്ട്. എന്തവാ വിശ്വാസ പ്രമാണം? ആ 8-ാം വാക്യം നോക്കിയാട്ടെ, അത് ഞങ്ങൾ പ്രസംഗിച്ച വിശ്വാസ വചനം. എന്താണ് ആ വചനം? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 1 കൊരിന്ത്യർ 15:3 തൊട്ടുള്ള വാക്യം, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. പിന്നെ 12 പേർക്ക് കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അകാലപ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. പൗലോസ് എന്താണ് ആ സുവിശേഷം എന്നുള്ളത് വ്യക്തമായി പറയുകയാണ്. ഞങ്ങൾ പ്രസംഗിച്ച വിശ്വാസ വചനം. ഒരു കാര്യം തീർച്ചയാണ്, പൗലോസ് ഇവരോട് പ്രസംഗിച്ചപ്പോൾ വളരെ വ്യക്തമായി പഴയ നിയമ ഏടുകളെ ആധാരമാക്കി, ന്യായപ്രമാണത്തെ ആധാരമാക്കി യഹൂദനോട് വ്യക്തമായി ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അത് ഞങ്ങൾ പ്രസംഗിച്ച വിശ്വാസ വചനമാണ്. നിങ്ങളുടെ സമീപേ ആ വചനമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? 9-ാം വാക്യം നോക്കിയാട്ടെ. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ കോൺട്രാസ്റ്റ് ചെയ്യുകയാണ്. ന്യായപ്രമാണം, പ്രവൃത്തിയും വിശ്വാസം തമ്മിൽ കോൺട്രാസ്റ്റ്. 9-ാം വാക്യം, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചൊന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു. സോന്മാരെ, ഈ വാക്കുകൾ യഹൂദനോട് പൗലോസ് പറയുമ്പോൾ, ഇഫ് ദൗ ഷാൽ കൺഫസ് വിത്ത് ദൈ മൗത്ത്, നിന്റെ വായ് കൊണ്ട് നീ ഏറ്റുപറയുന്നു എങ്കിൽ. എന്തായിരുന്നു അന്ന് പ്രശ്നം? ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം നോക്കിയാട്ടെ. അന്നത്തെ പ്രശ്നമല്ല ഇന്നത്തെ പ്രശ്നവും. അതെ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 42-ഉം 43-ഉം വാക്യം നോക്കിയാട്ടെ. 42-ഉം 43-ഉം വാക്യം. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ലതാനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. എന്തിനാ റോമാലേഖനം 10 വായ് കൊണ്ട് ഏറ്റുപറയാൻ പറഞ്ഞേ? അനേകർ ക്രിസ്തുവിൽ അന്ന് വിശ്വസിച്ചു, പക്ഷേ ഏറ്റുപറയത്തില്ല. കാരണം എന്നാ? മനുഷ്യരുടെ മാനം വേണം, പള്ളിയും വേണം, ഈ വിശ്വാസവും വേണം. യഹൂദൻ്റെ സിനഗോഗിൽ സോഷ്യൽ അക്സെപ്റ്റൻസും വേണം, ഇതും വേണം. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്ന എബ്രായനെ കർത്താവ് പറയുന്നു, അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക. ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് എന്തോ ഉണ്ട്? നിന്നയുണ്ട്. ആ നിന്ന ചുമന്നുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ട് പറയും. ഇവിടെ വായിക്കുന്നു, അവർ ദൈവത്താലുള്ള മാനത്തെക്കാട്ടിൽ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. അതുകൊണ്ട് അവർ ഏറ്റുപറഞ്ഞില്ല. രക്ഷിക്കപ്പെടണോ? ഏറ്റുപറയണം. ദൈവം വെച്ചിരിക്കുന്ന വളരെ സിമ്പിൾ ആ പ്രമാണം അതാണ്. ഏറ്റുപറയണം. എന്നെയാണോ സ്നേഹിക്കുന്നത് അതോ നിന്റെ സ്വയമാണോ?
എന്നെയാണോ സ്നേഹിക്കുന്നത്, അതോ മനുഷ്യനാലുള്ള മാനത്തിനാണോ നീ പ്രാധാന്യത കൊടുക്കുന്നത്? എന്താണ് അവർ വിശ്വസിക്കേണ്ടത്? അവർ വിശ്വസിക്കേണ്ടത് എന്താണെന്ന് പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ഈ 9-ാം വാക്യം ഇംഗ്ലീഷിൽ വായിച്ചാൽ എംഫസൈസ് ചെയ്തിരിക്കാൻ, ഇഫ് thou shall confess with thy mouth Jesus as Lord, literally Jesus Lord, you shall believe with your heart, you shall be saved. നീ രക്ഷിക്കപ്പെടും. സഹോദരന്മാരെ, സൗരന്മാരെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, രക്ഷിക്കപ്പെടാൻ വേറൊരു പ്രമാണം ബൈബിളിലില്ല. നമ്മെ ദൈവസന്നിധിയിൽ നീതീകരണം ലഭിക്കാൻ വേറെ ഒരു പ്രമാണമില്ല. സിമ്പിൾ. പൗലോസ് ഇവിടെ ഓർപ്പിച്ച പോലെ നിന്റെ സമീപയുണ്ട്. ഞങ്ങൾ പ്രസംഗിച്ച വചനം നീ നിന്റെ വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മതി. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റു പറയണം. ഹൃദയം വിശ്വസിക്കുന്നതാണ് വായ് ഏറ്റു പറയുന്നത്. ആ കൺഫെഷൻ ഈസ് ഫ്രം യുവർ കൺവിക്ഷൻ. കൺഫെഷൻ ഈസ് ഓൾവേസ് ഫ്രം യുവർ കൺവിക്ഷൻ. യു ഹാവ് ടു ബി കൺവിൻസ്ഡ് ദാറ്റ് ഗോഡ് ഹാസ് റേസ്ഡ് ഹിം ഫ്രം ഡെത്ത്. ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് നീ വിശ്വസിക്കണം. നീ അതിൻ്റെ കൺവിക്ഷൻ ഉണ്ടാകും. ആ കൺവിക്ഷൻ നീ കൺഫസ് ചെയ്യണം. അത് പരസ്യമായി തന്നെ പറയണം. യേശുക്രിസ്തു പറഞ്ഞത് ഓർമ്മയുണ്ടോ? മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാനും ഏറ്റുപറയും. എന്തിനാണെന്ന് 10-ാം വാക്യത്തിൽ പറയുന്നു. എന്തിനാണ്? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു. ഇതാണ് രക്ഷയുടെ മാർഗം. നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ ഇങ്ങനെ വിശ്വാസം അർപ്പിക്കുമ്പോൾ ദൈവം എനിക്ക് എന്നെ നീതീകരിപ്പാൻ ദൈവത്തിന് കഴിയും. വായ് കൊണ്ട് രക്ഷയ്ക്കായി ഞാൻ ഏറ്റുപറയുന്നു. രക്ഷിക്കപ്പെടുവാൻ കൺഫസ് ചെയ്തെങ്കിലേ സാധ്യമാകുകയുള്ളൂ. 2 പത്രോസ് 2:20 വാക്യത്തിൽ അവിടെ വായിക്കുന്നുണ്ട്, നീതിയുടെ വഴി അറിഞ്ഞവർ എന്ന് വായിക്കുന്നു. നീതിയുടെ വഴി, ഇതാണ് നീതിയുടെ വഴി. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു. അവൻ ലോർഡാണ്, അവൻ കർത്താവാണെന്നുള്ളത് ഏറ്റുപറയേണ്ടതായിട്ടിരിക്കുന്നു നമ്മൾ രക്ഷിക്കപ്പെടണമെങ്കിൽ. ഇതാണ് ആദ്യത്തെ 10 വാക്യങ്ങളിൽ പൗലോസ് യഹൂദനോട് പറയുന്ന വാക്ക്. ആ കോൺട്രാസ്റ്റ് ചെയ്യുകയാണ് വിശ്വാസത്തിൻ്റെ പ്രമാണവും പ്രവൃത്തിയുടെ പ്രമാണവും. അവർ കീഴ്പ്പെട്ടില്ല. എന്നാൽ 11 തൊട്ട് ഇനിയും ശേഷിക്കുന്ന 21 വരെയുള്ള വാക്യം, ആ വാക്യത്തിൽ പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്, ഈ വിശ്വാസ മാർഗമുണ്ടല്ലോ, ഈ യേശുക്രിസ്തു വിശ്വസിക്കുന്ന മാർഗം, അത് പഴയ നിയമത്തിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും പൗലോസ് 1 by 1 ആയിട്ട് അങ്ങോട്ട് എടുത്തു പറയുകയാണ്, കോട്ട് ചെയ്യാണ് പഴയ നിയമത്തിൽ. നമുക്കൊന്ന് നോക്കാം. 11-ാം വാക്യം നോക്കിയാട്ടെ. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തന് ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നു. നോക്കാം, പഴയ നിയമ കോട്ടിങ്ങാണ്. ഇത് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും 12-ാം വാക്യം നോക്കിയേ. യഹൂദനെന്ന് യവനെന്ന് വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചഴിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കൻ സമ്പന്നനാണ്. അവൻ ലജ്ജിച്ചു പോകത്തില്ലെന്നും അവർ രക്ഷിക്കപ്പെടുമെന്നും എല്ലാവർക്കും നൽകുവാൻ സമ്പന്നനാണെന്നും ഒക്കെ ഉള്ളത് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. 13-ാം വാക്യത്തിലും വായിക്കുന്നു, അവിടെ വായിക്കുന്നുണ്ട്, എന്നുണ്ടല്ലോ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചേൽപ്പിക്കുന്ന ഏവന് രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നു. തിരുവെഴുത്ത് അരുളി ചെയ്യുന്നു എന്നുണ്ടല്ലോ. ഈ പഴയ നിയമത്തിൽ നിന്നുള്ള കോട്ടിങ്ങുകൾ എടുത്തിട്ട് ഈ പറയുന്ന വിശ്വാസ പ്രമാണം പുതിയൊരു കാര്യമല്ല, പഴയ നിയമത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെയാണ്. നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. മനോഹരമായിട്ടത് പറഞ്ഞിരിക്കുന്നത് നോക്കിയാട്ടെ. നമുക്കൊരു ചെറിയ പഠനം നടത്താം. 11-ാം വാക്യം നോക്കിയാട്ടെ. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. നമ്മളൊരു കാര്യം ഓർക്കണം, പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്യുക. എന്നാൽ പൗലോസ് ഈ വാക്യം 2 പ്രാവശ്യം ഈ റോമലേഖനത്തിൽ ഉദ്ധരിച്ചു. ദൈവം ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. എന്നാൽ ആ വാക്യം തിരുവചനത്തിൽ 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രാധാന്യത കൊണ്ടാണ്. റോമലേഖനത്തിൽ തന്നെ 2 പ്രാവശ്യം കോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിയാട്ടെ, അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം, 9:33 നോക്കിയാട്ടെ. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നു ലജ്ജിച്ച് പോകുകയില്ല എന്ന് തിരുവെഴുത്തിലുണ്ടല്ലോ. അത് തന്നെ വീണ്ടും 10:11 പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. എവിടെ നിന്നെടുത്ത് കോട്ട് ചെയ്തതാ? യെശയ്യാവ് 28:16 വായിക്കാം. യെശയ്യാവ് 28:16 നമുക്ക് വായിക്കാം.
യെശയ്യാപ്രവചനം 28 അധ്യായം 16 വാക്യം. യെശയ്യാപ്രവചനം 28 അധ്യായം അതിൻ്റെ 16 വാക്യം. അതുകൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായ ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. എഴുതിയിരിക്കുന്നു, തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളോട് പ്രസംഗിച്ച വചനമുണ്ടല്ലോ, അത് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. പൗലോസ് യെശയ്യാവ് 28:16 എടുത്ത് കോട്ട് ചെയ്യുകയാണ്. സിയോനിൽ ഉറപ്പുള്ളതും അടിസ്ഥാനവും ശോധന ചെയ്ത കല്ല് മൂലക്കല്ലായി ഇട്ടിരിക്കുന്നു. വളരെ വ്യക്തമായി അവിടെ നമ്മൾ വായിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. ആ വാക്യമാണ് 9:33 10:11 പൗലോസ് എടുത്ത് കോട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. എന്താ? ഹൂസോവർ ബിലീവത്ത്, വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല. പഴയ നിയമത്തിൽ നോക്കിയപ്പോൾ ഓടിപ്പോകയില്ല, പഴയ നിയമത്തിൽ ഓടിപ്പോകയില്ല, ഇവിടെ ലജ്ജിച്ചു പോകുകയില്ല. എന്താ അങ്ങനെ എഴുതാൻ കാരണം? 1 യോഹന്നാൻ എടുത്താട്ടെ. 1 യോഹന്നാൻ 2 അധ്യായത്തിൻ്റെ 28 വാക്യം. 28 വാക്യം, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷം നമുക്ക് ധൈര്യമുണ്ടാകാൻ അവനിൽ വസിപ്പീൻ. 4:17 നോക്കിക്കാട്ടെ. 4 അധ്യായത്തിൻ്റെ 17 വാക്യം, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. ഓടിപ്പോകുന്നത് ആരാ? ധൈര്യമില്ലാത്തവരാ. ഓടിപ്പോകുന്നത് ആരാ? ലജ്ജിച്ചു പോകുന്നവരാ. കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ലജ്ജിച്ചു പോകുകയില്ല. ashamed or to put to shame. നമ്മൾ അവനിൽ വിശ്വസിച്ചാൽ we will not be put to shame. ഹീബ്രുവിൽ, എബ്രായ ഭാഷയിൽ to flee from fear ന, ഭയത്താൽ ഓടിപ്പോകുകയെന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ വരവിൽ ധൈര്യമില്ലാതെ ഭയത്തോട് ഓടിപ്പോകും. നമ്മൾ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൻ്റെ മഹത്വമല്ല നമ്മുടെ മുന്നിൽ നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച, കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന, അടികളേൽക്കുന്ന കർത്താവിനെയാണ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. എന്നാൽ അവൻ്റെ മഹത്വ പ്രത്യക്ഷത, ഞാനാകുന്നവനായ ദൈവമാണവൻ. സീനായി പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ മോശ പോലും വിറച്ചു. ആ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. അവൻ അഗ്നിയിൽ പ്രത്യക്ഷപ്പെടും. തെസ്സലോനിക്ക ലേഖനത്തിൽ അവൻ അഗ്നിയിൽ പ്രത്യക്ഷപ്പെടും. അവൻ അനേക ദൂതഗണങ്ങളോടുകൂടെ, സ്വർഗത്തിലെ സകല സൈന്യങ്ങളോടുകൂടെ അവൻ വരും. ആ വരവിൽ അവനിൽ വിശ്വസിക്കാത്തവരെങ്ങനെ അവൻ്റെ മുഖത്തോട്ട് നോക്കും? എങ്ങനെ ധൈര്യമായി നിൽക്കും? അവർ ഓടിപ്പോകും, ധൈര്യം കാണത്തില്ല. എന്നാൽ നമ്മളോ ഓടി അവൻ്റെ സന്നിധിയോട് അടയും. നാം തിരുവചനത്തിൽ 3 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടതുപോലെ നാം ലജ്ജിക്കില്ല, നാം ഓടിപ്പോകേണ്ടി വരില്ല. നമുക്ക് ധൈര്യത്തോടെ നിൽപ്പാൻ കഴിയും. കാരണം നാം അവനിൽ വിശ്വസിച്ചു, നാം അവനെ കാത്തിരിക്കുകയാണ്. അവൻ നമുക്ക് അന്ന് രക്ഷകനായി പ്രത്യക്ഷപ്പെടാൻ പോകും. ഒരു കാരണവശാലും നാം ലജ്ജിച്ചു പോകില്ല, ഓടിപ്പോകില്ല. ധൈര്യത്തോടെ നിൽപ്പാൻ നമുക്ക് കഴിയും. നോക്കുക, ഇനി 12 വാക്യം നോക്കിയാട്ടെ. അവിടെ പൗലോസ് തിരുവെഴുത്തിൽ അരളി ചെയ്യുന്നുവല്ലോ, ഈ വസ്തുത പറയുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട് 12 വാക്യം, യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകും. എന്ന് പറഞ്ഞാൽ അവൻ യഹൂദന്മാരുടെ ദൈവം മാത്രമല്ല, അവൻ ജാതികളുടെയും ദൈവമാണെന്നും പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ 2 കൂട്ടരുടെയും ദൈവമാണ്. എന്നിട്ട് പൗലോസ് എടുത്ത് കോട്ട് ചെയ്യുന്നത് എന്താണ്? തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്. എന്നിട്ട് എടുത്ത് കോട്ട് ചെയ്തിരിക്കുകയാണ്, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യഹൂദൻ്റെ കയ്യിലിരിക്കുന്ന യോവേൽ പ്രവചനം 2:32 2:32 കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പത്രോസ് അത് പെന്തിക്കോസ് പെരുന്നാളിലെ പ്രസംഗത്തിൽ എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യത്യാസവുമില്ല. ഇവിടെ രേഖപ്പെടുത്തിയ പോലെ വിശ്വസിക്കുന്ന 12 വാക്യത്തിൽ വായിക്കുന്ന പോലെ യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല. എല്ലാവർക്കും കർത്താവ് ഒരുവനാണ്. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്.
ദൈവത്തിന് ഡിസ്റ്റിങ്ഷൻ ഇല്ല, മുഖപക്ഷമില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, പാപത്തിൻ്റെ കീഴിലും യഹൂദനും യവനും തമ്മിൽ വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെ പാപത്തിൻ്റെ കീഴിലാണ്. പൗലോസ് 3-ാം അധ്യായത്തിൽ പറഞ്ഞു, നമ്മളത് തെളിയിച്ചു. എന്നാൽ രണ്ടു കൂട്ടർക്കും രക്ഷയിലും ഒരു വ്യത്യാസമില്ല. പാപത്തിൽ അവർക്ക് വ്യത്യാസമില്ലെന്ന് മാത്രമല്ല, അവർക്ക് നീതീകരണത്തിലും വ്യത്യാസമില്ല, അവരുടെ രക്ഷയ്ക്കും വ്യത്യാസമില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ അവൻ സമ്പന്നനാണ്, ഏവനും രക്ഷിക്കപ്പെടും. അത് നമ്മൾ ഓർത്തതുപോലെ യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന് 32-ാം വാക്യത്തിൽ എടുത്ത് പറയുന്നുണ്ട്. ഈസ് ദ സെയിം ലോർഡ് ഓവർ ഓൾ, ഈസ് റിച്ച് ആൻഡ് ടു ഓൾ. അവൻ്റെ ക്യാരക്ടർ കാണിക്കുകയാണ്. അവന് പക്ഷപാതമില്ല, മുഖപക്ഷമില്ല, യഹൂദനെന്നില്ല, യവനനെന്നില്ല. ദൈവം ദൈവമാണ്. എല്ലാവരോടും അവൻ ഒരുപോലെ ഇടപെടുമ്പോൾ തന്നെ ആര് വിളിച്ചപേക്ഷിക്കുന്നോ എല്ലാവർക്കും നൽകുവാൻ അവൻ സമ്പന്നൻ കൂടെയാണ്. Whosoever shall call. നമുക്കറിയാം, യോഹന്നാൻ 3:16 ലോകപ്രസിദ്ധമായ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, whosoever shall believe in him. Whosoever, ആരവനിൽ വിശ്വസിക്കുന്നു, തന്നെ ആര് വിളിച്ചപേക്ഷിക്കുന്നു അവർ രക്ഷിക്കപ്പെടും. യോവേൽ 2:32 വായിക്കുന്നുണ്ട്, Whosoever shall call upon the name of the Lord shall be saved. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോൾ ഇവിടെ ഈ 12-ാം വാക്യത്തിൽ നമ്മൾ നേരത്തെ വായിച്ചു, വിശ്വാസത്തിൻ്റെ പ്രമാണം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ രക്ഷയുടെ പ്രമാണം പൗലോസ് അനുഭവിച്ച ബുദ്ധിമുട്ട് എന്തായിരുന്നു? ഈ ജാതികളുടെ മധ്യത്തിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്നു, ആ ജാതികളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ പള്ളി തീണ്ടിക്കളയുന്നു. ഇതൊക്കെയാ പൗലോസിൻ്റെ നേരെ പറഞ്ഞ കുറ്റാരോപണം. പക്ഷേ പൗലോസ് പറയുകയാണ്, ഇത് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. കർത്താവിൻ്റെ ആലയം ആർക്കുള്ളതാണ്? കർത്താവ് തന്നെ പറഞ്ഞു നോക്കിയാട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം ഏവർക്കും. മർക്കോസ് 11:17 വാക്യം. 11:17 വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, പിന്നെ അവരെ ഉപദേശിച്ചു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നതിരിക്കുന്നുവല്ലോ, നിങ്ങളും അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. എൻ്റെ ആലയം നിങ്ങളുടെ പ്രാർത്ഥനാലയം മാത്രമല്ല, ഇവിടെ പറഞ്ഞത് എന്താ? ആലയം സകല ജാതികൾക്കും. യേശുക്രിസ്തു പറഞ്ഞ വാക്കാണ്. യെരുശലേമിൽ അനേക ജാതികൾ കടന്നു വന്നു. അവരുടെ പെസഹോത്സവ സമയം, മറ്റു ഉത്സവ സമയങ്ങളിൽ അനേക ജാതികൾ ലോകത്തിൻ്റെ നാനാകോണിൽ നിന്ന് കടന്നു വന്നപ്പോൾ ഈ യഹൂദന്മാർ ചെയ്തത്, ഞാനതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത്. ഈ അവിടം പൊൻവാണിഭക്കാരും പ്രാക്കളയും മറ്റും വിൽക്കുന്നവരും ദേവാലയത്തിൻ്റെ പ്രാകാരത്തിലിരിപ്പുണ്ടായിരുന്നു. അവരൊക്കെ കൊള്ളക്കാരായി മാറി. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ദൂരെ നിന്ന് വരുന്നവരൊക്കെ ഈ പ്രാക്കളെയും അതുപോലുള്ള മൃഗങ്ങളെയൊക്കെ, ആടിനെയൊക്കെ മേടിച്ച് യാഗമർപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പുറത്തുനിന്ന് മേടിച്ചാൽ ഈ ദേവാലയത്തിൻ്റെ പ്രാകാരത്തിൽ വിൽക്കുന്നതിൻ്റെ 4/1 വിലയ്ക്ക് കിട്ടും. പക്ഷേ പ്രശ്നം എന്നാ? അവർ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ ഇവിടെ പുരോഹിതന്മാരുണ്ട്, ഈ യാഗത്തെ വസ്തുവിനെ പരിശോധിക്കും. ഇതിനെ യാഗം അർപ്പിക്കാൻ ഒക്കുമോ? അവർ പറയും കൊള്ളില്ല. അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല, അതിന് ഊനമുണ്ടെന്ന് പറയും. അങ്ങനെ അതിനെ യാഗമർപ്പിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അവരെന്ത് നിർബന്ധിതരായി മാറുന്നു. 4 ഇരട്ടി വിലയൊക്കെ കൊടുത്ത് ഈ പ്രാക്കളെയും ഈ ആടിനെയൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി ഈ പുരോഹിതന്മാർക്കുമുണ്ട്. കർത്താവ് അതാ പറഞ്ഞത്, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. പൊന്മാണിവക്കാരും അതുപോലെ 1/2 ശേക്കൽ വെള്ളി കൊടുക്കണം. ലോകത്തിൻ്റെ നാനാകോളിൽ നിന്ന് വന്ന് അവിടെ മാറുമ്പോൾ വളരെ കാശ് കൊടുത്ത് മാറണം. ലോകത്തിൻ്റെ നാനാകോണിൽ നിന്നും കർത്താവിനെ അന്വേഷിച്ച് വരികയാണ് ജാതികൾ. എന്നാൽ അത് ഇവിടെ വരുമ്പോൾ അവർക്ക് അത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനാലയമല്ല. ഇവിടെ whosoever call upon him, യെശയ്യാവ് 56:7 അത് പറയുന്നുണ്ട്. യെശയ്യാവ് 56:7 കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും, whosoever, എൻ്റെ ആലയം പ്രാർത്ഥനാലയം, സകല ജാതികളുടെയും പ്രാർത്ഥനാലയം. നോക്കുക, 14-15 നമുക്ക് നോക്കാം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും?
ചോദ്യങ്ങൾ പൗലോസ് നിരത്തി വെക്കുക. ജാതികളോട് സുവിശേഷം പ്രസംഗിക്കണം. ലോകത്തിൻ്റെ അറ്റം വരെ ജാതികൾ കിടക്കുക, അവരോട് പ്രസംഗിക്കണം. പൗലോസ് പറയുക, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും കേൾക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ആ ഓരോ സ്റ്റെപ്പ് നോക്കി. അപ്പോൾ ഒരുപാട് പാഠങ്ങൾ ദൈവം പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ പ്രസംഗിക്കണമെങ്കിൽ, ഒരു പോർക്കളത്തിൻ്റെ മുന്നിൽ നിന്നൊരാൾ യുദ്ധം ചെയ്യണമെങ്കിൽ അയാളുടെ പുറകിൽ ആളുകളുണ്ടോ? ആ പോർക്കളത്തിൻ്റെ മുന്നിൽ അവൻ്റെ ലക്ഷ്യം വെടിവെക്കുക, ശത്രുവിനെ നിഗ്രഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവൻ അവിടെ നിന്ന് വെടിവെക്കാൻ ആ പോർക്കളത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവൻ്റെ പുറകിൽ സപ്ലയേഴ്സ് ഉണ്ട്, എന്തെല്ലാം ആളുകൾ അവൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. സുവിശേഷമായി കടന്നു പോകുന്ന ദൈവദാസന്മാർ. ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ അവരില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അവരെ അയപ്പാൻ കടമയുണ്ട്. അതിൻ്റെ പുറകിൽ നിൽപ്പാൻ, പ്രാർത്ഥിപ്പാൻ, കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി കരുതുവാൻ ഒക്കെ ആവശ്യമുണ്ട്. നോക്കുക, ഇതൊരു ടീം വർക്കാണ്. ഒരു ടീം വർക്കാണ്. ഇവിടെ നമ്മൾ ജാതികളോട് പൗലോസ് സുവിശേഷം പറയുന്ന കാര്യം എടുത്തു പറയുന്ന കാര്യം നോക്കി. അതിന് 15-ാം വാക്യം, നന്മ സുവിശേഷിക്കുന്നവരുടെ കാലെത്ര മനോഹരം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലെത്ര മനോഹരം. എന്നാൽ അവർ വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിശ്വാസം കേൾവിയാൽ വരുന്നു. എബ്രായലേഖനത്തിൽ വായിക്കും. കൊർന്നല്യോസ് എത്ര മനോഹരമായ ദൃഷ്ടാന്തമാണ് പുതിയ നിയമത്തിൽ. കൊർന്നല്യോസിൻ്റെ ആ ധർമ്മവും പ്രാർത്ഥനയൊക്കെ സ്വർഗത്തിൽ ചെന്നു. കൊർന്നല്യോസ് രക്ഷിക്കപ്പെട്ടോ? ഇല്ല. പണ്ഡിതന്മാർ പറയുന്നു, ആ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പത്രോസ് ചെല്ലുവാൻ യോപ്പയിൽ നിന്ന് 3 ദിവസം യാത്ര ചെയ്തു. അതിനു മുമ്പേ ദൂതനവിടെ ചെന്നു. ദൂതനവിടെ ചെന്ന് ആ ദൂതനെ കൊണ്ടങ്ങ് പറയിച്ചാൽ പോരായിരുന്നു? ദൂതനെ കൊണ്ട് പറയിച്ചാൽ പോരായിരുന്നു? ഒരു ദൂതനും സുവിശേഷം അറിയിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. ഒരു ദൂതനെയും ദൈവം അനുവദിച്ചിട്ടില്ല. 3 ദിവസം പത്രോസ് യാത്ര ചെയ്തു. 3 days. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെന്നു, സുവിശേഷം പ്രസംഗിച്ചു. കൊർന്നല്യോസും ഭവനവും രക്ഷിക്കപ്പെടുന്നു. കൂടിയിരുന്നവർ രക്ഷിക്കപ്പെടുന്നു. നമ്മളവിടെ പ്രത്യേകം ഓർക്കുക, ആ സുവിശേഷം പ്രസംഗിച്ചേ ഒക്കത്തുള്ളൂ. അത് പ്രസംഗിക്കണം. അവർ വിശ്വസിക്കാത്തവനിൽ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? കൊർന്നല്യോസ് കേട്ടു, അവൻ്റെ ഭവനം കേട്ടു. പ്രസംഗിക്കുക മാത്രമല്ല, നമ്മൾ വായനയിലൂടെയും സുവിശേഷം അറിയുന്നു. യോഹന്നാൻ സുവിശേഷം 20:31 വായിക്കുന്നുണ്ട്, ഈ എഴുതിയിരിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയിരിക്കുന്നതും അതിനു വേണ്ടിയാണ്. യോഹന്നാൻ സുവിശേഷം 20:31 വായിക്കുന്നു. എന്നാൽ 1 കൊരിന്ത്യർ 1:21 വായിക്കാം. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ, ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക്കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്താൽ. സിമ്പിൾ തിങ്, ഒന്നും പ്രവർത്തിക്കണ്ട. പ്രസംഗത്തിൻ്റെ പോഷത്വം. ആ വാക്ക് നോക്കിയാട്ടെ, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ദൈവദാസന്മാർ പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗിക്കുന്ന വചനം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുന്നവരെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇന്ന് നമുക്ക് ആവശ്യമെന്താ? ദൈവദാസന്മാർ പോകണം. അവരെ പോകണമെങ്കിൽ അവരെ അയക്കണം. അവരെ അയക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ആളുകൾ ഉണ്ടായിരിക്കണം. മാത്രമല്ല, ദൈവസഭയുടെ ഒരു കടമ കൂടെയാണ്. മത്തായി സുവിശേഷം 9:38 യേശുക്രിസ്തു നമ്മോട് പറഞ്ഞു, ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറയും. കൊയ്ത്ത് വളരെയുണ്ട്. ആ കൊയ്ത്തിൻ്റെ യജമാനനോടാണ് ചോദിക്കേണ്ടത്, കൊയ്ത്തിന് വേണ്ടി ആളുകളെ അയപ്പാൻ, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. അവരെ കർത്താവ് ഒരുക്കും. ആരോ ദൈവദാസൻ പറഞ്ഞ പോലെ, 1000 ജനിക്കുമ്പോഴേ ഒരുവന് ആ ദർശനം ലഭിക്കുന്നുള്ളൂ. സുവിശേഷം പ്രസംഗിപ്പാൻ ഞാനിവിടെ ഓർപ്പിച്ചിട്ടുണ്ട്.
ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞത്, സ്വർഗത്തിൽ സുവിശേഷം അറിയിപ്പാൻ അനുവാദം കൊടുത്താൽ സ്വർഗം ഒരു നിമിഷം കൊണ്ട് ശൂന്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ ദൂതന്മാരും ഇവിടെ ഇറങ്ങി വന്നേനെ. അവർക്ക് സുവിശേഷത്തിന്റെ മഹത്വം അറിയാം. അവരതിലേക്ക് കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടവും പിൻവരുന്ന മഹിമയും അവർ അറിയുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ അതുള്ള ബന്ധത്തിൽ 15-ാം വാക്യം, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്താണെന്നറിയാമോ? കാലിൻ്റെ മനോഹരത്വം നമുക്ക് നോക്കാം. എന്നാൽ ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ ഓർത്താൽ, എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? ബാബിലോൺ ക്യാപ്റ്റിവിറ്റിയിൽ കിടക്കുകയാണ്. ബാബിലോൺ അടിമത്വത്തിൽ ഇസ്രയേൽ കിടക്കുമ്പോൾ അവിടെ നിന്നൊരു വിടുതൽ കിട്ടാൻ പോകുന്നു എന്നൊരു വാർത്ത പറയുന്നത് അതൊരു നല്ല വാർത്തയല്ലേ? ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. യെശയ്യാവ് 52-ന്റെ 7 വാക്യം നോക്കിയാട്ടെ. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, സമാധാനത്തെ ഘോഷിച്ചും നന്മയെ സുശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നെന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. ആ സുവാർത്താദൂതൻ എന്ന് പറയുന്നത് ബാബിലോൺ പ്രവാസത്തിൽ നിന്നുള്ള വിടുതലിൻ്റെ വാർത്തയുമായി വരുന്നവർ. അവരുടെ കാൽ എത്ര മനോഹരമാണ്. ഒരു വിടുതലിൻ്റെ വാർത്ത. നഹൂം പ്രവചനം 1:15 നോക്കാം. നഹൂം 1:15, ഇതാ പർവ്വതങ്ങളിൽ സുവാർത്താദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ, യഹൂദയെ നിന്റെ ഉത്സവങ്ങളെ ആചരിക്കുക, നിന്റെ നേർച്ചകളെ കഴിക്കുക, നിസാരൻ ഇനി നിന്നിൽ കൂടി കടക്കുകയില്ല, അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. പർവ്വതങ്ങളിൽ സുവാർത്താദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ. ഇവിടെ എടുത്തു പറഞ്ഞു, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. കാൽ എപ്പോഴും നടപ്പിനെ കാണിക്കുന്ന, കാല് നടപ്പിനെ കാണിക്കുന്ന, ജീവിതചര്യയെ കാണിക്കുന്ന. നമ്മുടെ കർത്താവ് പത്രോസിനോട് പറഞ്ഞ ആ അന്ത്യത്താഴ സമയത്ത്, കാല് കഴുകാനായിട്ട് കുനിഞ്ഞ സമയത്ത് കർത്താവ് പറഞ്ഞത് ഓർമ്മയില്ലേ? കുളിച്ചിരിക്കുന്നവർക്ക് കാലുകൾ കഴുകിയാൽ മതി. കുളിച്ചിരിക്കുന്നവർക്ക് കാല് കഴുകിയാൽ മതി. ആ കാല് നമ്മുടെ നടപ്പിനെ കാണിക്കുക. ഈ സമാധാനം സുശേഷിക്കുന്നവരുടെ കാല് ദൈവം പറയുന്നു മനോഹരമാണ്. അവരുടെ ജീവിതം നടപ്പ് മനോഹരമാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്, ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചേ ജീവിക്കുകയുള്ളൂ. അവരെ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. അവർ സ്വതവേ ശ്രദ്ധിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. ഞാൻ പലപ്പോഴും പറയും, ഞാനൊരു പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഓൾ മൈ ലൈഫ് ഈസ് ബിഹൈൻഡ് ഇറ്റ്. എൻ്റെ ജീവിതം മുഴുവൻ അതിൻ്റെ പുറകിലുണ്ട്. എൻ്റെ കുടുംബജീവിതം, എൻ്റെ വ്യക്തിപരമായ ജീവിതം, എൻ്റെ രഹസ്യ ജീവിതം ഒക്കെ അതിൻ്റെ പുറകിലുണ്ട്. ദൈവം ആ വാർത്തകൾ അറിയിക്കുന്ന മനുഷ്യൻ്റെ നടപ്പിനെ, ജീവിതത്തെ കാണുമ്പോൾ പറയുന്നു അത് എത്ര മനോഹരമാണ്. കേൾക്കുന്നവർക്ക് ബാബിലോൺ ആ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലിൻ്റെ വാർത്ത കൊണ്ടുവരുന്ന ആ വാർത്ത പറയുന്ന മനുഷ്യർ, അത് കൊണ്ടുവരുന്ന വാർത്ത പറയുന്ന മനുഷ്യരുടെ കാൽ മനോഹരമാണെങ്കിൽ ഒന്നാലോചിച്ച് നോക്കിയേ, നിത്യ നരകത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്ന ഈ വാർത്തയുമായി കടന്നു വരുന്നവരുടെ കാലെത്ര മനോഹരമാണ്. ദൈവം അത് എടുത്തു പറയുക. ഇസ്രായേലിന്റെ ഈ നല്ല വാർത്ത ത്യജിച്ച് ചരിത്രത്തിലേക്ക് പിന്നെ പൗലോസ് പോവുകയാണ്. ഈ നല്ല വാർത്ത അവർ ത്യജിക്കുകയാണ്. നോക്കിയാൽ അതിൻ്റെ 16-ാം വാക്യം, എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. യെശയ്യാവ് 53:1 നിന്നുള്ള കോട്ടിങ്ങാണ്. യെശയ്യാവ് 53:1 നിന്നുള്ള കോട്ടിങ്ങാണ്. നോക്കുക, നല്ല വാർത്തകൾക്കായി മനുഷ്യൻ ആഗ്രഹിക്കുന്നു, എന്നാൽ എല്ലാവരും ഒന്നും അത് വിശ്വസിക്കത്തില്ല. ഇവിടെയും അതാണ് എടുത്ത് പറഞ്ഞത്. മോശയോട് ജനം എന്താ പറഞ്ഞത്? മതി. സംഖ്യാപുസ്തകം 16:3-4 വരെ വായിച്ചാൽ മതി. യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇത് കേട്ട് മോശ കവിണ്ണു വീണു. മോശയ്ക്കെതിരായി ആ പറയുന്ന വാർത്തകൾ വിശ്വസിപ്പാൻ നിവൃത്തിയില്ലാതെ മനുഷ്യൻ എസെക്കിയേലിനോട് 20:49 വായിച്ചാൽ, എസെക്കിയേൽ 20:49, അപ്പോൾ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, ഇവൻ മറപൊരുളല്ലോ പറയുന്നത് എന്ന് അവർ എന്നെക്കുറിച്ച് പറയുന്നു. അവർ വിശ്വസിക്കുന്നില്ല എസെക്കിയേൽ പറഞ്ഞത്. ജനങ്ങൾ കേട്ടപ്പോൾ പറയും, ഇവൻ മറപൊരുളാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ആമോസ് പ്രസംഗിച്ചു,
ആമോസിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10 തൊട്ടുള്ള വാക്യം നോക്കി. അവിടെ എന്താ പറയുന്നത്? അവന്റെ വാക്കൊക്കെയും സഹിപ്പാൻ ദേശത്തിന് കഴിവില്ല. എന്നാൽ ആമോസിനോട്, അമസ്യാവേ, എടാ ദർശക, യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക. നീ അങ്ങോട്ട് പോയിക്കോ, അവിടെ പോയി പ്രസംഗിച്ച് നിന്റെ അഹോവൃത്തി കഴിച്ചു. അവൻ പറയുന്നത് അവർക്ക് കേൾപ്പാൻ മനസ്സില്ല. യെരമ്യാവിനോട് പറഞ്ഞെന്താ? യെരമ്യാവ് 44:16 തൊട്ടുള്ള വാക്യം, നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കിയില്ല. കരയുന്ന പ്രവാചകൻ, ഞങ്ങൾ നിന്നെ കൂട്ടാക്കത്തില്ല. ആമോസിനോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് പൊയ്ക്കോ. എസെക്കിയേലിനോട് പറഞ്ഞു, നീ പറയുന്ന വാക്ക് ഞങ്ങൾ കേൾക്കത്തില്ല. എത്രയോ പ്രവാചകന്മാരെ അയച്ചപ്പോഴും ഈ നല്ല വാർത്ത പറയുമ്പോഴും ഇസ്രായേൽ അത് ത്യജിച്ചു കളയുകയാണ്. നമ്മുടെ കർത്താവും അവസാനം അവരുടെ മധ്യത്തിൽ നിന്ന് പറഞ്ഞു, ചെവിയുള്ളവൻ കേൾക്കട്ടെ, കേൾപ്പാൻ മനസ്സുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് യെശയ്യാവ് 52 തൊട്ട് നോക്കാം. യെശയ്യാപ്രവചനം 52. കേൾപ്പാൻ മനസ്സില്ല. നല്ല വാർത്തകൾ ദൈവം അവർക്ക് കൊടുത്തിട്ടും ഇന്നും നമ്മൾ നോക്കിയാട്ടെ, ഈ നല്ല വാർത്ത, സുവിശേഷം, സുവിശേഷം കേൾപ്പാൻ അവർക്ക് മനസ്സില്ല. യെശയ്യാവ് 52:13 തൊട്ടുള്ള വാക്യം, എൻ്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു മുങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യല്ലാതെ തോന്നുമാർ രൂപമായിരിക്കുമുണ്ട്. പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ച് ചാടുമാറാക്കും. രാജാക്കന്മാർ അവനെ കണ്ട് വായ് പൊത്തി നിൽക്കും. അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഗ്രഹിക്കുകയും ചെയ്യും. 53-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ആരാണിത് കേട്ടത്? ആരാണിത് വിശ്വസിച്ചത്? ആരാണ്? അതിന് മുമ്പേ എന്താ പറഞ്ഞത്? അതിന് മുമ്പേ പറഞ്ഞു കേട്ടാട്ടെ, അനേക പല ജാതികളെയും, he shall sprinkle many nations, അനേക രാഷ്ട്രങ്ങളെ. 52:15 വായിച്ചത്, പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും. ഞങ്ങൾ പറഞ്ഞ വചനം നിമിത്തം, ഞങ്ങൾ പ്രസംഗിക്കുന്നത് യഹൂദൻ അംഗീകരിക്കുന്നില്ല, പക്ഷെ ജാതികളത് അംഗീകരിച്ച് അവർ കുതിച്ച് ചാടുമാറാക്കുകയാണ് അവരെ. ആലോചിച്ച് നോക്കി, ജാതികൾ ദൈവത്തിൻ്റെ ഈ വാർത്ത കേട്ട് എത്രയോ ജാതികൾ ഭൂമിയിൽ സന്തോഷിക്കുന്നു, അവരാനന്ദിക്കുന്നു, അവർ സമാധാനം കണ്ടെത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇനിയും പറയുന്ന വാക്ക് നോക്കിയാട്ടെ, 17-ാമത്തെ വാക്യം, 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, വചനമെന്നുള്ളത് നോക്കുക. ആകെ വിശ്വാസം കേൾവിയാലും കേൾവിയുടെ വചനത്താലും വരുന്നു. ആ വചനമെന്നുള്ളത് എടുത്തിരിക്കുന്നത് സേയിങ് ഓർ സ്പീച്ച് എന്നാണ്. വാക്കുകൊണ്ട് പറയുന്നതിന് തന്നെയാണ് അവിടെ ആ വാക്കെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം ലോകത്തിൽ ലംഘനങ്ങളെ കണക്കിടാതെ ക്രിസ്തു പോലെ ഞങ്ങൾ മൂലം നിരപ്പിക്കുന്നു. ആ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കും. ഞങ്ങൾ ആരാണെന്ന് 2 കൊരിന്ത്യർ 5:18 തൊട്ടുള്ള വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഞങ്ങൾ ആരാണ്? ക്രിസ്തുവിനോട് നിരന്നുകൊള്ളുവാൻ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളാണ്, അംബാസഡേഴ്സ്. ഞങ്ങൾ അംബാസഡേഴ്സാണ്. ദൈവത്തിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇവിടെ പറയുന്നത് സേയിങ് എന്നുള്ള വാക്കാണ്, പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അംബാസഡർ പറയുന്ന പോലെ ഇവിടെ കർത്താവിന് വേണ്ടി പറയുകയാണ് തൻ്റെ ദാസന്മാർ. നമുക്ക് ബാക്കി ഭാഗങ്ങളുടെ പെട്ടെന്നൊന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. 18-ാം വാക്യം, എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു, കേട്ടിരിക്കുന്ന ശരി. അവരുടെ നാദം സർവ്വഭൂമിയിലും അവൻ്റെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളം ചെല്ലുന്നു. അത് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ അവരുടെ നാദമെന്ന് പറയുമ്പോൾ ഇത് സങ്കീർത്തനം 19 നിന്നുള്ളൊരു കോട്ടിങ്ങാണ്. സങ്കീർത്തനം 19 കോട്ടിങ്ങാണ്. 19 ആദ്യത്തെ 4 വാക്യം, റോമലേഖനം 1:20 അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളം എത്തുന്നു. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഭൂതലത്തിലൊക്കെയും കടന്നു ചെല്ലുന്നു. സങ്കീർത്തനം 19 ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്കൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമല്ല, വാക്കുകളിലെ ശബ്ദം കേൾപ്പാനില്ല. എങ്കിലും ഭൂമിയുടെ അറ്റത്തോളം അതിൻ്റെ വചനം ചെല്ലുന്നു. ഈ ഭൂമി, പ്രപഞ്ചം, ആകാശം അവൻ്റെ മഹത്വം വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. വാക്കുകളില്ല, ശബ്ദമില്ല, പക്ഷേ അത് ഭൂമിയുടെ അറ്റത്തോളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു.
അതുപോലെ ഈ സുവിശേഷം, ഈ നാദം ഭൂമിയുടെ അറ്റത്തോളം ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, യഹൂദൻ വിശ്വസിച്ചില്ലേ? ഇസ്രായേലിന് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. പക്ഷേ മറ്റൊരു കാര്യം സംഭവിച്ചു. 19-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. അവർ കേട്ടില്ല, ശരിയാണ്, അവർ കേട്ടില്ല. പക്ഷേ 19-ാം വാക്യം നോക്കിക്കോട്ടെ, ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ? ഗ്രഹിച്ചില്ല. അത് എടുത്തു പറയുന്ന വാക്യം നോക്കിക്കോട്ടെ, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് ഒന്നാമത് മോശ പറയുന്നു. മോശ എവിടെ ഇത് പറഞ്ഞത്? ആവർത്തനം 32:21. ആവർത്തനം 32:21. നമ്മൾ ഓർക്കണം, അവരുടെ കൈകളിൽ എഴുതി കൊടുത്ത പഴയ നിയമ പ്രമാണങ്ങളിൽ പറയുകയാണ്. അതിൻ്റെ 32:21 വാക്യം, ദൈവമല്ലാത്തതിനെ കൊണ്ട് എനിക്ക് എരിവ് വരുത്തി, മിഥ്യാമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചു. ദൈവമല്ലാത്തവരെ കൊണ്ട് എനിക്ക് എരിവ് വരുത്തി. ആ കോട്ടിക്കാണ് മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും, ജനമല്ലാത്തവരെ കൊണ്ട് നിങ്ങൾക്ക് എരിവ് വരുത്തും. എരിവ് ജലസി എന്നാണ്. ഐ വിൽ പ്രൊവോക്ക് യു ടു ജലസി. നമുക്കറിയാം, കർത്താവ് ഒരു ഉപമ പറഞ്ഞു, പ്രസിദ്ധമായ മുടിയനായ പുത്രൻ്റെ ഉപമ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം. മൂത്ത ജ്യേഷ്ഠൻ അവൻ അസൂയ പൂണ്ട് നിൽക്കും. ഇളയ മകനോട് കാണിച്ച ആ പിതാവിൻ്റെ നല്ല മനസ്സ് കണ്ടപ്പോൾ മൂത്ത ചേട്ടൻ എന്നോ പറ്റി? അസൂയ ഉണ്ടായി. ഇവിടെ നമ്മൾ വായിക്കുന്നു, മൂഢജാതിയെ കൊണ്ട്. ഇവിടെ വിളിച്ചിരിക്കുന്ന ജനമല്ലാത്തവർ, ആ വാക്യങ്ങളൊന്നും നോക്കിയാട്ടെ, അണ്ടർലൈൻ ചെയ്താലും വേണ്ടില്ല, ഞാൻ അണ്ടർലൈൻ ചെയ്തു വെച്ചു. 19-ാം വാക്യം, ജനമല്ലാത്തവരെ കൊണ്ട്, മൂഢജാതിയെ കൊണ്ട്. നമ്മൾ വിളിച്ചിരുന്ന പേരാ മൂഢജാതി, ജനമല്ലാത്തവർ. നമ്മളെ കൊണ്ട് അവർക്ക് അസൂയ ഉളവാക്കുകയാണ്, ജലസി പ്രൊവോക്ക് ചെയ്യുകയാണ്, അവരുടെ മേൽ സീലുണ്ടാക്കുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും ഇതൊക്കെ കാണുമ്പോൾ യഹൂദനെ ഒന്ന് ഉണർത്തുവാൻ വേണ്ടി, അവൻ്റെ മനസാക്ഷിയെ ഉണർത്തുവാൻ ദൈവം ശ്രമിക്കുകയാണ്. 20-ാം വാക്യം യെശയ്യാവ് പറയുന്നത് നോക്കിയാട്ടെ, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി. യെശയ്യാവ് 65 ആദ്യത്തെ 2 വാക്യം. യെശയ്യാവ് 65 ആദ്യത്തെ 2 വാക്യം, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി. നാം അന്വേഷിച്ചില്ല, നാം ചോദിച്ചില്ല എന്ന് ധൈര്യത്തോടെ പറയാം. ഇസ്രായേലിനെ കുറിച്ചോ 21-ാം വാക്യം നോക്കിയാൽ, ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനം, അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനം, ഞാൻ ഇടപെടാതെ കൈ നീട്ടി. യെശയ്യാവ് 65:2 നിന്നുള്ള കോട്ടിങ്ങാണ്. യെശയ്യാവ് 65:2. ഓൾ ഡേ ലോങ്, ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഓൾ ഡേ ലോങ് ഐ ഹാവ് സ്ട്രെച്ച് ഫോർത്ത് മൈ ഹാൻഡ്. ഇസ്രായേലിനോട് ഒരാൾ കൈ നീട്ടുമ്പോൾ ആ സിൻസിയറിറ്റിയാണ്, സീരിയസ്നെസ് ആണ്, തൻ്റെ ഏണസ്റ്റ്നെസ് ആണ്. അവരോട് ദൈവം കൈനീട്ടിയെന്ന് പറയുമ്പോൾ തന്നോട് നിരപ്പ് പ്രാപിപ്പാൻ, തൻ്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ, തന്നോട് സ്നേഹബന്ധത്തിലാകുവാൻ ആ കരം നീട്ടിപ്പിടിച്ചു. ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എടുത്ത് പറയാറുണ്ട്, ഓൾ ഡേ ലോങ് ഐ ഹാവ് സ്ട്രെച്ച്ഡ് മൈ ഹാൻഡ്. ഒരു ദിവസം മുഴുവൻ കൈ നീട്ടിപ്പിടിച്ചു. കൈ നീട്ടിയാൽ മറുഭാഗത്തുനിന്ന് കൈ നീട്ടിയില്ലെങ്കിൽ കൈ പിൻവലിക്കും. ദൈവം പിൻവലിച്ചില്ലെന്ന, ഐ ഹാവ് സ്ട്രെച്ച് ഫോർ മൈ ഹാൻഡ് ഓൾ ഡേ ലോങ്. ഒരു ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈ നീട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. ആരോടാ? എ ഡിസൊബീഡിയൻറ്റ് പീപ്പിൾ ആൻഡ് എ ഗെയിൻസേയിങ് പീപ്പിൾ. അനുസരിക്കാത്ത, മറുത്ത് പറയുന്ന ജനത്തിലോട്ട് ഇടപെടാതെ കൈ നീട്ടിക്കൊണ്ടിരുന്നു. നമ്മുടെ കരങ്ങൾ നീട്ടുവാൻ കടംപ്പെട്ടവരാണ്. ഇസ്രായേലിനോട് ദൈവം ആ വിധത്തിൽ ഇടപെട്ടിട്ടും അവർ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. പൗലോസ് 10-ാം അധ്യായത്തിൽ വ്യക്തമായി കാണിക്കുന്ന കാര്യം, യഹൂദൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ, അവൻ ന്യായപ്രമാണത്തിലൂടെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഒരു കാര്യം കൂടി ഈ ഭാഗത്തുനിന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഓൾ ഡേ ലോങ് എന്നാണ് ഇംഗ്ലീഷിൽ, ഒരു ദിവസം മുഴുവൻ. എന്നാൽ ഒരു ദിവസത്തിൻ്റെ അവസാനിക്കുന്നത് രാത്രി കൊണ്ടാണ്. എ ഡേ ഓഫ് നൈറ്റ് ഈസ് കമ്മിങ്. ദൈവം കൈനീട്ടി പിടിച്ച ഈ പകല്
സന്ധ്യയായി രാത്രിയായി മാറും. അന്ന് ഭയാനകമായ ഒരു ദിവസത്തിലേക്ക് ഇസ്രായേൽ കടക്കും. നമുക്ക് ലഭിച്ച അത്ഭുതകരമായ കൃപ, ജനമല്ലാത്തവര്, മൂഢജാതി, ദൈവത്തെ അന്വേഷിക്കാത്തവർ, ദൈവത്തെ ചോദിക്കാത്തവർ, നമുക്ക് മനോഹരമായ ഈ സുവിശേഷം വിശ്വസിച്ച് നമ്മൾ ഓർത്തതുപോലെ കുതിച്ച് ചാടുമാറാക്കുന്ന അനുഭവത്തിലേക്ക് നമ്മളെ കർത്താവ് ഉയർത്തി. യഹൂദനെ സംബന്ധിച്ചോ, അവൻ സ്വന്തം നീതി സ്ഥാപിപ്പാൻ, ന്യായപ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് സ്വന്തം നീതി സ്ഥാപിപ്പാൻ ശ്രമിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ്. അവനത് മനസ്സിലായില്ല. പ്രാർത്ഥിക്കാം.